തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന എല്ലാവരും കൈയടിച്ച് പാടാം. തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാം യേശുവേ പാദകർക്കായി തന്ന സ്നേഹം അതിശയമേ. ഏകജാതനാം യേശുവേ പാദകർക്കായി തന്ന സ്നേഹം അതിശയമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. സ്നേഹവാദിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. സ്നേഹവാദിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വം. ഞങ്ങളുടെ ക്ഷണത്തെ അംഗീകരിച്ച് സന്തോഷത്തോടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇത് നമ്മുടെ യോഗങ്ങളുടെ സമാപന യോഗമാണല്ലോ. ദൈവത്തിൻ്റെ മനുഷ്യനെ സംബന്ധിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ അവസരങ്ങൾ അധികം ലഭിച്ചെന്ന് വരികയില്ല. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു സഹോദരന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പാപത്തിന്റെ ഭയങ്കരമായ അതേ പൈശാചികമായ ഭരണത്തിൻ കീഴിൽ നിന്ന് വിമുക്തനായി ഈ പ്രത്യാശയിലെത്തി ജീവിതത്തിന്റെ ദുഃഖഭാരങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്ക് വന്നതിൻ്റെ സാക്ഷ്യമാണ് നാം ശ്രവിച്ചത്. പാപത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് മരിച്ചുപോയെങ്കിൽ നിത്യമായ നാശത്തിൽ നരകയാതനയിലെത്തുമായിരുന്നു. എന്നാൽ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ അപ്പോസ്തലൻ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അവിടെ ജാതിയോ മതമോ ഭാഷയോ വർഗമോ ഉയർച്ചയോ താഴ്ചയോ സമ്പന്നനോ ദാസനോ എന്നൊന്നും അവിടെ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കണ്ടെത്തേണ്ടത് നമ്മൾ കണ്ടെത്തണം. എഡിൻബർഗ് എന്ന പട്ടണത്തിൽ നിന്ന് ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് ചിലർക്കൊക്കെ അറിയാം, സർ ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ തൻ്റെ ജീവിത നാളുകളിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. ചിലർക്കൊക്കെ ഒരു പക്ഷേ അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയില്ലെങ്കിലും പലർക്കും അറിയാവുന്നതാണ്. ആ സിംസൺ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ഉത്തരം പറയും, ചിലർക്ക് അന്നേരം പറയാൻ കഴിയാത്തതിൽ പരിഭവം തോന്നും. അതുകൊണ്ട് ആരും പറയണ്ട, ഞാൻ തന്നെ പറയാം. സിംസന്റെ കണ്ടുപിടുത്തമായിരുന്നു ക്ലോറോഫോം. ക്ലോറോഫോം ഇന്ന് നമുക്കറിയാം മനുഷ്യനെ മയക്കുവാനായിട്ട് കൊടുക്കുന്നതാണ്. ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും കാര്യമായ ഒരു മുറിവുണ്ടായാൽ
അപകടമുണ്ടായാൽ അവൻ്റെ വേദന മറക്കുവാൻ, ഒരു ഓപ്പറേഷൻ നടത്തുവാൻ, അവനെ ഒന്ന് മയക്കിയെടുക്കുവാൻ ക്ലോറോഫോം കണ്ടുപിടിച്ചു. അത് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യമായി മാറി. എല്ലാവരും അത് കേട്ട് അറിഞ്ഞ് വലിയ കീർത്തി അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ തൻ്റെ കോളേജിൽ താൻ ഒരിക്കൽ ചെന്നിട്ട് തൻ്റെ കോളേജിലുള്ള കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം ഏതാണെന്ന് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങളുടെ ചിന്ത എന്താണ്? എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സിംസൺ ചോദിച്ചു, കണ്ടുപിടുത്തത്തിൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തം, ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? അവരെല്ലാവരും ഇങ്ങനെ മനസ്സിൽ കരുതി, ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനുഷ്യന് വേദനകളെ മറക്കുമാറാക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം, വേദനകളില്ലാതെ പല കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്നതിന്റെ കണ്ടുപിടുത്തം, ഈ ക്ലോറോഫോം കണ്ടുപിടിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് അവർ പറയാൻ ഇങ്ങനെ തയ്യാറെടുക്കുമ്പോൾ സിംസൺ പറഞ്ഞു, ഞാൻ എന്നിൽ തന്നെ ഒരു പാപിയാണെന്ന് ഞാൻ കണ്ടെത്തി. അതുമാത്രമല്ല, എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തി. അതാണ് എൻ്റെ ആയുസ്സിൽ കണ്ടെത്താവുന്ന ഏറ്റവും വലിയ കണ്ടെത്തൽ, അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞു കൊടുത്തതായിട്ട് ചരിത്രരേഖകളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ എലിക്കാട്ടൂർ പ്രദേശത്ത് എത്രയോ പേർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ, ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയെ കണ്ടെത്തുവാൻ കഴിയാതെ ഇന്നും തങ്ങളുടേതായ ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തരായി പോകുവാൻ പരിശ്രമിക്കുകയാണ്. പക്ഷേ സംതൃപ്തിയില്ല, സമാധാനമില്ല. മുമ്പേ സഹോദരൻ പറഞ്ഞില്ലേ, തൻ്റെ സംഘടനയെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു വിപ്ലവം തന്നെ അങ്ങ് സൃഷ്ടിച്ചേക്കാമെന്ന് ശ്രമിച്ചെന്ന്. കേട്ടപ്പോൾ എല്ലാവർക്കും വേണ്ട പോലെ മനസ്സിലായി കാണത്തില്ല. എങ്കിലും അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്നത് അതാ, വിപ്ലവം അടിച്ചമർത്തി എങ്ങനെയെങ്കിലുമൊക്കെ ആക്രമിച്ചാണെങ്കിലും തൻ്റെ പ്രസ്ഥാനം നിർത്തണം, മറ്റവനെ കൊല്ലണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. ഞങ്ങളിവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതിയെയോ ഏതെങ്കിലും ഭാഷക്കാരെയോ ഏതെങ്കിലും മതത്തെയോ സമൂഹത്തെയോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ഹനിക്കുവാനല്ല, ആരെയും കടന്നാക്രമിക്കാനുള്ള പരിപാടിയല്ല ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേ, ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ എത്രമാത്രം ആ സ്വർഗീയനായി മാറുവാൻ കഴിയുമോ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുവാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ! അതിൽ സന്തോഷമുള്ളവരെല്ലാം കയ്യുയർത്തി ഹല്ലേലൂയ പറയട്ടെ. സിന്ദാബാ പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നതിനേക്കാൾ എത്ര ശക്തിയാ നോക്കണം. നമ്മുടെ ജംഗ്ഷനിലൂടെയൊക്കെ ചില സമയത്ത് സിന്ദാബാദൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അത് സാധാ വെറും സിന്ദാബാദ് ഒന്നുമല്ല, ഇൻകുലാബ് എന്ന് പറഞ്ഞാൽ വിപ്ലവം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ വിപ്ലവം ജയിക്കട്ടെ, ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കും, അതിനെ ജയിപ്പിക്കും എന്നാണ് ഈ ലോകത്തിലെ പാപികൾക്ക് പറയാനുള്ളത്. എന്നാൽ ദൈവമക്കൾക്ക് പറയാനുള്ളത് അതല്ല. ക്രിസ്തുവിന്റെ സ്നേഹം ഭൂതലത്തിൽ നിറയട്ടെ, മദ്യപന്മാരില്ലാതെയാകട്ടെ, കുലപാതകന്മാരില്ലാതെ അന്യോന്യം സ്നേഹിക്കുന്നവരായി മാറട്ടെ. മദ്യപിച്ച് തനിക്കും കുടുംബത്തിനും ദേശത്തിനും നാശമുണ്ടാക്കുന്നവൻ അത് വിട്ടുതിരിഞ്ഞ് സുബോധത്തോടെ നടക്കട്ടെ, കുടുംബത്തെ പോറ്റി പുലർത്തട്ടെ, തൻ്റെ ജീവിതത്തിന് കേടില്ലാതെ സൂക്ഷിക്കട്ടെ. ഇതിനെന്താണ് കുഴപ്പം? ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് സമൂഹത്തിന് നന്മയാണോ തിന്മയാണോ എന്ന് ചിന്തിക്കാനും മാത്രം ബോധമില്ലാത്തവരല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇത് കേൾക്കുന്നവർ, കേൾപ്പാൻ മനസ്സുള്ളവർ കേട്ട് മനസ്സിലാക്കണം. ഭയങ്കര പിടിവാദം പിടിച്ച് നിന്ന പ്രിയപ്പെട്ട സഹോദരനെ ദൈവം പിടിച്ചപ്പോൾ പിടിയെല്ലാം വിട്ടുപോയി, എല്ലാ പിടിയും വിട്ടു, അവസാനം താഴെ വന്നു. നോക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ്.
ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ഇതുപോലുള്ള സാക്ഷ്യം പറയാനുണ്ട്. മദ്യപിച്ച് ഭയങ്കരമായിട്ട് പരാക്രമ പ്രവൃത്തികളൊക്കെ ചെയ്ത പുള്ളികൾ ഇപ്പൊ കുഞ്ഞാട് പോലെ ഇതിന്റെ ഇടയ്ക്ക് വന്നിരിക്കുക. എഴുന്നേപ്പിച്ച് ഇങ്ങോട്ട് വിട്ടാൽ മൈക്കിലൂടെ വിളിച്ചു പറയുവാൻ, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജാതി സ്പർദ്ധയിൽ അതേ തങ്ങളുടെ ജാതിയെ കുറിച്ച് പറയുവാൻ ഒക്കെ വലിയ വൈരാഗ്യമായിട്ട് നിന്നവരായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ എല്ലാം അധരങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഹല്ലേലൂയ! ആ ദൈവസ്നേഹത്തെ അറിഞ്ഞവരെല്ലാം ചേർന്ന് ഒന്നുകൂടെ ഒരു ഹല്ലേലൂയ പറയുന്നത് നല്ലതാ. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹര, ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണ്. ഈ ഭൂമിയിലെ കണ്ടുപിടുത്തങ്ങളൊന്നും അതേ മനുഷ്യ ജീവിതത്തിന്റെ ആ ദൈവികമായ രൂപാന്തരത്തിന് പര്യാപ്തമായതല്ല എന്നും, മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടത് തന്റെ സ്വന്തം വ്യക്തി ജീവിതത്തെ കാർന്നു തിന്നുന്ന പാപമാകുന്ന ആ ഭയങ്കരമായ പൈശാചിക ശക്തിയെ ആണ്. അതിനെ അകറ്റുവാൻ എന്തു ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ആരെയും വിമർശിക്കുവാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഈ ദേശവാസികളെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാണ്. എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളവരെല്ലാവരും ഹല്ലേലൂയ പറയട്ടെ. നമ്മളെല്ലാവരെയും സ്നേഹിക്കാനുള്ള മനുഷ്യരാ. എതിർക്കുവാനോ പ്രശ്നം സൃഷ്ടിക്കുവാനോ ആരെയെങ്കിലും പകയ്ക്കുവാനോ ഏതെങ്കിലും ഒരാളുടെ വ്യക്തി താല്പര്യത്തെ അതിനെ കീഴമർത്തുവാനോ ഒരിക്കലും നമ്മൾ ആരും ശ്രമിക്കുന്നില്ല, മേലിൽ ശ്രമിക്കുകയുമില്ല. നമുക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവത്തെക്കുറിച്ച് അറിയണം. മനുഷ്യൻ ദൈവ വഴി അറിയണം. അവന്റെ സ്വന്തം വഴിയിലൂടെ നടന്നുപോയി നശിച്ചു പോകാനിടയാകരുത്. അതെ, ഈ ലോകത്തിൽ ചില സ്വാർത്ഥമായ ആ മോഹങ്ങളുടെ പിൻബലത്തിലൂടെ വന്നതായ സിദ്ധാന്തങ്ങൾ പലതും ഇന്ന് ലോകത്തിലുണ്ട്. അനേക തത്വങ്ങളും സിദ്ധാന്തങ്ങളുമൊക്കെ എഴുതി പിടിപ്പിച്ച് അത് തന്നെ പരിശുദ്ധമായ സിദ്ധാന്തം, അല്ലെങ്കിൽ അതാണ് സാൻമാർഗികതയുടെ സിദ്ധാന്തം എന്നൊക്കെ സ്ഥാപിക്കുവാനായി ശ്രമിക്കുന്നതായ ഒരുപാട് അവതാരങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി വിഹരിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മാനവരാശിയെ ആകമാനം ഇളക്കി മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ അതേ അനുദിനമുള്ള പ്രവൃത്തിയെ മാത്രമല്ല, അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അവനിൽ ഉയർന്നു പൊങ്ങുന്നതായ ചിന്തകളെ പോലും നിയന്ത്രിക്കുവാനുള്ളതായ ഹൃദയ പരിവർത്തനം, മനപരിവർത്തനം, ജീവിത സ്വഭാവ പരിവർത്തനമൊക്കെ വരുത്തിയ സിദ്ധാന്തം ഉലകത്തിൽ വെളിപ്പെടുത്തിയത് ക്രിസ്തുവല്ലാതെ വേറെ ആരാണ്? ക്രിസ്തുവല്ലാതെ അതുപോലെ വെളിപ്പെടുത്തിയ മറ്റൊരാളില്ല. അത് മാത്രമാണോ? ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം, ഉത്തരം പറയാൻ അവസരം തരാം. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി മുറിച്ചു മാറ്റിയ ഒരു ചരിത്രകാരൻ, ഒരു ചരിത്ര പുരുഷൻ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരൊന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൊള്ളാം. ലോക ചരിത്രത്തെ ഇന്ന് വരെ നമ്മൾ പാർത്തു വരുന്ന ഈ ഭൂതലത്തിൽ എത്രയോ കോടി മനുഷ്യർ വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഏതാണ്ട് 700 കോടിയിലധികം മനുഷ്യര് ഈ ഭൂമിയിൽ പാർക്കുന്നു എന്നാണല്ലോ കണ്ടുപിടുത്തം. 700 കോടിയിലധികം പേരുണ്ടെന്ന് സെൻസസ് ഒക്കെ ഇങ്ങനെ മാറി എടുത്തുകൊണ്ടിരിക്കുക. ജനസംഖ്യ എത്രയുണ്ട് അറിയാൻ 700 കോടിയിൽ പരം ആളുകള് പാർത്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂതലത്തില് എല്ലാ മനുഷ്യരുടെയും ബുദ്ധി എല്ലാം ഇങ്ങനെ വികസിച്ചു വരുന്ന കാലഘട്ടത്തില് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതുവരെയുള്ളതായ കാലഘട്ടം ഇന്ന് 2013 ആണ്ട് എല്ലാവരും അംഗീകരിച്ചിരിക്കുക. എന്തായി 2013 വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ 1-2 കാര്യങ്ങൾ മുഖവരയായി പറഞ്ഞങ്ങ് ഞാൻ മുന്നോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. ഈ 2013 ആണ്ടെന്ന് എവിടുന്ന് ആരാ കൊണ്ടുവന്നത്? ഹെലിക്കാട്ടൂരുള്ള ആർക്കെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ. ഒരു കുഴപ്പവുമില്ല, പറയാം. അതെ, ഞങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാൻ ഞങ്ങൾക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ലോക ചരിത്രത്തിൽ ചരിത്രകാരന്മാരെന്ന് പറയണ്ട, സാധാരണക്കാര് പോലും എഴുതുകയാണ് AD 2013.
അതിന് മുൻപിലോട്ടുള്ള കാലം പോയി 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 വന്ന കാലങ്ങൾ, അതേ എത്രയോ കാലങ്ങൾ ഇതിന് പിൻപിൽ കിടക്കുന്നു. ആ കാലങ്ങളെല്ലാം ചേർത്ത് BC എന്ന് എഴുതി വെച്ചു. എന്തിനാണ് ചരിത്രകാരന്മാർ ഓരോ പുസ്തകം എഴുതുമ്പോഴും അതിനകത്ത് BC ഇത്രാം ആണ്ടിൽ ഇങ്ങനെ സംഭവിച്ചു, അതേ ഓരോ കണ്ടുപിടുത്തങ്ങളുടെ കാര്യങ്ങൾ എഴുതുമ്പോൾ BC ഇത്രാം ആണ്ടിലാണ് അത് സംഭവിച്ചത്, ഇന്ന് പറയുന്നു AD ഇത്രാം ആണ്ടായിരിക്കുന്നു എന്ന്. ലോക ചരിത്രത്തെ, ആ ചരിത്രത്തെ സ്വാധീനിച്ച് ചരിത്രത്തെ അതിൻ്റെതായ വെറുതിയിൽ നിർത്തുവാൻ ചരിത്രത്തിന് നടുവിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊട്ടും വിഷമമില്ല. അതിന് ഞങ്ങൾ മടിക്കയില്ല. ധൈര്യമായി പറയുവാൻ ഞങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതെന്നറിയാമോ? അതേ ആ ക്രിസ്തുവാണിത് സ്ഥാപിച്ചത്. AD എന്നും BC എന്നും ലോക ചരിത്രം രണ്ടായി തിരിച്ചുകൊണ്ട് BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പുള്ള കാലം. ഇന്ന് ഏത് രാജ്യത്തും ചെന്ന് നോക്ക്, അവിടെയൊക്കെ അങ്ങനെയാണ് കുറിപ്പിട്ട് വെച്ചിരിക്കുന്നത്. AD എന്ന് പറഞ്ഞാൽ ആനോ ഡോംനി എന്ന ഗ്രീക്ക് വേർഡിന്റെ ഭാഷാ പ്രയോഗമാണത്. ആനോ ഡോംനി എന്ന് പറയുന്ന ഞങ്ങൾ അതിനെ വളരെ സിമ്പിൾ ആക്കിയിട്ട് ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ആനോ ഡോംനി എന്ന വാക്കിന്റെ അർത്ഥം ദ ഇയർ ഓഫ് അവർ ലോർഡ് എന്നാണ്. ഗ്രീക്ക് വേർഡിൽ ആനോ ഡോംനി എന്ന വാക്കിന്റെ അർത്ഥം ദ ഇയർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിന്റെ വർഷം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിച്ച വർഷം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്. പ്ലെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ഉടനെ 2013 ക്രിസ്തുവിന്റെ വർഷം, അതുകൊണ്ട് ഞാൻ എഴുതത്തില്ലെന്ന് പറഞ്ഞ നീ പോവുകയില്ല, എങ്ങും പോവുകയില്ല. ഇല്ല, ക്രിസ്തുവിൻ്റെ വർഷമല്ലേ, അതുകൊണ്ട് ഞാൻ എഴുതത്തില്ല. എനിക്ക് വേറെ ഏതെങ്കിലും വർഷം എഴുതാം. ഇല്ല, അമേരിക്കയിൽ പോകണമെങ്കിലും, അറബി നാട്ടിൽ മുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് പോകണമെങ്കിലും, ഇനി അതിനപ്പുറത്തേക്ക് ഇതൊന്നും അല്ലാത്ത നാട്ടിലേക്ക് പോകണമെങ്കിലും, എവിടെ പോകണമെങ്കിലും അതേ ഈ 2013 തന്നെ എഴുതിയേ പറ്റൂ. വേറൊന്നും തെളിവ് വേണ്ടല്ലോ. എല്ലാവരുടെയും വീട്ടിൽ അതേ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് കലണ്ടർ തൂക്കിയിട്ടിരിക്കുകയല്ലേ, അതിലെഴുതി വെച്ചിട്ടുണ്ടല്ലോ ഏറ്റവും മുകളിൽ 2013 ആണ്ടുകൾക്ക് മുൻപ് ഒരു മഹാത്യാഗത്തിന്റെ പ്രവൃത്തി നടന്നു. കേരളത്തിലൊക്കെ പലരും അതിനെ ഒരു ഐതിഹ്യമായിട്ട് കരുതി. ഇങ്ങനെ പറയുന്നതിനെ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞു നോക്കട്ടെ. നമ്മൾ ചിലപ്പോഴൊക്കെ വിശ്വസിച്ച് അംഗീകരിച്ച് അതേ പണ്ടുകാലത്തൊക്കെ ഇങ്ങനെ ആചരിച്ചവരുടെ ആചാരങ്ങളൊക്കെ കണ്ടവരും അതിനോട് ചേർന്നൊക്കെ സഹകരിച്ച് പോയവരുമാണ് ഓണാഘോഷം. അവര് പറയുന്നത് ഒരു മഹാബലി ഉണ്ടായിരുന്നു, ഒരു മഹാബലി ലോകത്തിലേക്ക് അതേ സംഭവിച്ചു. ലോകത്തിൽ ഒരു മഹാബലി സംഭവിച്ചു ആണ്ടുകൾക്ക് മുൻപ്. ഇങ്ങനെ ഒരു മഹാബലി, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മഹാബലി, എ ഗ്രേറ്റ് സാക്രിഫൈസ്, ഒരു വലിയ യാഗം, ഒരു വലിയ യാഗം നടന്നിരിക്കുന്നു. ഈ യാഗം ഏതാണെന്ന് ഇതുവരെ ആർക്കും പിടികിട്ടാത്തതാണ് ചിലരുടെയൊക്കെ പ്രശ്നം. ആ വലിയ യാഗം ഈ ഭൂമിയിൽ നടന്നത് മാനവരാശിയെ മറുരൂപമാക്കുവാനുള്ള യാഗമായിരുന്നു. സ്വർഗത്തിൽ നിറങ്ങി വന്ന് മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ച് പാപത്തിലിരിക്കുന്ന മനുഷ്യനെ പരിശുദ്ധനാക്കി മാറ്റാനാണ് ഈ തിരുബലി നടന്നത്. അല്ലാതെ വേറൊന്നിനുമല്ല, കാര്യസാധ്യത്തിനല്ല, ഏതെങ്കിലും മതസ്ഥാപനത്തിനല്ല, പണം സമ്പാദിക്കുവാനല്ല, ഏതെങ്കിലും ലോകത്തിന്റെ സുഖസന്തോഷ സുഷുപ്തിയിൽ ജീവിക്കുവാൻ, മതിമറന്ന് മയങ്ങി ജീവിക്കുവാനൊന്നുമല്ല. അതേ എന്തിനു വേണ്ടി? മനുഷ്യനെ, മൺമയനായ മനുഷ്യനെ വിൺമയനാക്കി ഈ നശ്വര ലോകത്തിൽ നിന്ന് നിത്യമായ മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുപോകണം. അതിന് ഈ ഭൂതലത്തിലെ ബലികൾ കൊണ്ടൊന്നും സാധ്യമല്ലാതെ വന്നപ്പോൾ ദൈവത്തിന്റെ പ്രമാണമായ ന്യായപ്രമാണത്തിന്റെ കാലത്ത് പോലും അന്ന് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ചിന്തിയിട്ട് യാഗങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേൽ ജനത, ഇസ്രായേൽ സമൂഹം അവർ ദൈവഭക്തിയുടെ ആരാധനയായിട്ട് വിചാരിച്ച് ആരാധിച്ചു പോകുന്നു. പക്ഷേ കാളയുടെയോ ആടിന്റെയോ രക്തത്തിന് ഈ മനുഷ്യന്റെ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ ശക്തിയെ കഴുകി മാറ്റുവാൻ ശക്തിയില്ലായിരുന്നു. കാരണം
ഇതിന് 5 അറിവേ ഉള്ളൂ. മറ്റ് സെൻസസ് ഒക്കെ ഉണ്ട്. ഈ സെൻസ് എല്ലാം ഉള്ളതായ ഈ ജീവൻ തിന്നണം, കുടിക്കണം, കേൾക്കണം, പിന്നെ ശബ്ദമുണ്ടാക്കണം, ഇങ്ങനെ പോകണം. അത് സന്ധ്യയാകുമ്പോൾ വേണ്ടി വന്നാൽ ഉറങ്ങണം, രാത്രിയിൽ ചിലത് ഉറങ്ങത്തുമില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാൽ മനുഷ്യന് കഴിഞ്ഞ രാത്രിയിലും അല്പമായി ഞാൻ ഇടയിൽ ഓർപ്പിച്ചതാണ്, ഈ മനുഷ്യന്റെ ഉള്ളിലോ ദൈവം തന്റെ ആത്മാവിനെ വെച്ചു. തന്റെ ആത്മാവിനെ ആകാശത്തെ സൃഷ്ടിച്ച് ഭൂമിക്കടിസ്ഥാനമിട്ട് ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വെച്ചു. ഇന്ന് രാത്രിയും കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതേ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച അതേ വേദഭാഗം ഇന്ന് വായിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഒന്നുകൂടെ അനലൈസ് ചെയ്ത്, ഒന്നുകൂടെ വിശകലനം ചെയ്ത് വിശാലമായിട്ട് എഴുതിയ ചില വാക്കുകൾ ഞാൻ വായിക്കാം. ഒരു വേദപുസ്തകത്തിൽ അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് ഒരാൾ ഇങ്ങനെ എഴുതി വെച്ചു: ഹൗ ഗ്രേറ്റ് ആർ ഗോഡ്സ് വേസ്, ഹൗ ഗ്രേറ്റ് ആർ ഗോഡ് റിച്ചസ്, ഹൗ ഡീപ്പ് ആർ ഗോഡ്സ് വിസ്ഡം ആൻഡ് നോളജ്, ഹു ക്യാൻ എക്സ്പ്ലെയിൻ ഹിസ് ഡിസിഷൻസ്. ദൈവത്തിന്റെ ഡിസിഷൻ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും? ഹൗ ഗ്രേറ്റ് ആർ ഹിസ് റിച്ചസ്, അവന്റെ ധനം എത്ര ശ്രേഷ്ഠമായതാണ്, അവന്റെ വഴികൾ എത്ര അഗോചരമായതാണ്. ആ ദൈവത്തിന്റെ വിശേഷമായ ചില അനുഭവങ്ങളെ ഇവിടെ ദൈവത്തിന്റെ മനുഷ്യൻ എടുത്തോർപ്പിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടെ തിരിക്കാം. ഇവിടെ അപ്പോസ്തലൻ ദൈവത്തിന്റെ മനുഷ്യൻ വിളിച്ചു പറയുന്നു: ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമേ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴമേ, ദൈവത്തിന്റെ അറിവിന്റെ ആഴമേ, ഇതെത്ര അഗോചരം. മാനവ ബുദ്ധി കൊണ്ട്, മനുഷ്യന്റെ ശക്തി കൊണ്ട് എത്തിപ്പിടിക്കുവാൻ, കണ്ടെത്തുവാൻ, ചെന്നെത്തുവാൻ കഴിയാത്തതായ അത്ര അഗോചരമായ കാര്യങ്ങളെ, അത്ര മഹൽ കാര്യങ്ങളെയാണ് ദൈവം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിലും നിങ്ങളിലും അത് തന്നെ ചെയ്യുവാൻ ഇന്ന് ദൈവം ഇതാ നമ്മുടെ നടുവിലുണ്ട്. അവൻ ആത്മാവാണ്. ആത്മാവായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ആ തന്റെ ധനത്തെ, തന്റെ ജ്ഞാനത്തെ, തന്റെ അറിവിനെ നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരാലേലിയ പറഞ്ഞാൽ കൊള്ളാം. ദൈവത്തിന്റെ ധനത്തിന്റെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കണം. മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ ധനം കൊണ്ട് മനുഷ്യനെ നിറയ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതാണല്ലോ. അതേ, മനുഷ്യൻ ഈ ഭൂമിയിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ കൈവശമിരുന്ന് എല്ലാം നഷ്ടമായി. അവൻ വെറും ദരിദ്രനായി മാറി, ഒന്നുമില്ലാതെ ഒരു ഹീനരൂപമായി മാറി. അതുകൊണ്ടാണ് ക്രിസ്തുവും അതുപോലെ ലോകത്തിലേക്ക് ഇറങ്ങി വരേണ്ടതായി വന്നത്. ദൈവപുത്രൻ അതിനാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങൾ പാടാറുണ്ട്: ഹീനമനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊൾ അവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. മായാലോകത്തെ തെല്ലുമേ നമ്പാതെ, മാനവ മാനസം ആകെയും മാറുമേ, മാറാത്ത ദേവനെ സ്നേഹിച്ചിടുന്നെങ്കിൽ നിത്യമാം സന്തോഷം ആശയോടു നീ വന്നിടുക, ആശയോടു നീ വന്നിടുക. ഹീനമനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊള്ളവനെ തള്ളാതെ,
മനുഷ്യന്റെ വേഷമെടുത്ത് മനുഷ്യനെ കുറിച്ച് അതേ എടുത്തു പറയുവാനുള്ളത് അതാണ്. അവൻ ഹീനരൂപത്തിലാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ ദൈവമുണ്ടാക്കിയത് അങ്ങനെയല്ല ഈ ഭൂമിയിൽ വെച്ചത്. ദൈവ തേജസ്സാൽ നിറഞ്ഞ് തേജോരൂപിയായി പ്രകാശിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവത്തിന്റെ അതേ പ്രതിരൂപമായി സൃഷ്ടിച്ചു വെച്ച മനുഷ്യൻ അവനിതാ ഹീനരൂപമായി മാറിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, അല്പമൊന്ന് സേവിച്ചാൽ രൂപമെല്ലാം മാറും. പിന്നെ അല്പം ചെറിയൊരു മയക്ക് മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടപ്പും പ്രവൃത്തിയും ഒക്കെ ആകെ അവലക്ഷണമാ. എന്താ കാരണം? രൂപമങ്ങ് മാറുകയാ. ദൈവത്തോടുള്ള സംസർഗത്തിൽ നിന്ന് മനുഷ്യൻ മാറി പൈശാചികമായ വഴിയിലേക്ക് തിരിയുമ്പോൾ അവൻ പിന്നെ അക്രമവാസനയുള്ളവനായി മാറുകയാണ്. സ്വന്തം സഹോദരനെ പോലും കൊല ചെയ്യുവാൻ പോലും മടിക്കാത്ത പ്രാകൃതനും മൃഗപ്രായനുമായി അവൻ മാറുകയാണ്. ഉപദ്രവിക്കുന്നവൻ അതിന് മടിയില്ല, കൊള്ളയടിക്കുന്നതിന് മടിയില്ല. ഏത് ബാങ്കും കൊള്ളയടിക്കും, കാരാഗ്രഹത്തിൽ അടച്ചാൽ തുരങ്കമുണ്ടാക്കി പുറത്തു ചാടും. ഇങ്ങനെയൊക്കെ അക്രമത്തിന്റെ വാസന മനുഷ്യന്റെ ഉള്ളിൽ അതേ വളർന്ന് എത്ര വലിയ പാപം ചെയ്താലും അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ മനസ്സില്ലാതെ ദോഷത്തിൽ മുതിർന്ന് നാശത്തിലേക്ക് അവൻ പോകുകയാണ്. എന്നാൽ സഹോദര, സ്നേഹിത, ഇന്ന് രാത്രി നിന്നോട് ദൈവം സംസാരിക്കുകയാണ്. നീ ഇതുവരെ പാപത്തിന്റെ വഴിയിൽ പോയതും മതി. നാശവഴിയിലൂടെ അതെ നിന്റെ സമാധാനം നഷ്ടപ്പെട്ട് നിന്റെ കുടുംബത്തിലുള്ളവരുടെ ജീവിതം ആകെ അസ്വസ്ഥമായി, ദേശത്തിന് തന്നെ ഒരു തലവേദനയായി, മറ്റുള്ളവർക്കെല്ലാം നീ ഒരു പ്രശ്നമായി. ജീവിക്കാനുള്ളവനല്ല സഹോദര, ജീവിക്കുവാനുള്ളവളല്ല സഹോദരി. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ധനം കൊണ്ട് നിന്നെ നിറയ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിലെ ധനമെല്ലാം നിലനിൽക്കാത്ത ധനമാണ്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഈ ഭൂമിയിലെ ധനവാന്മാരോട് പറയണം, ഈ ഭൂമിയിലെ ധനവാന്മാരെ വിളിച്ചിട്ട് പറയണം. അതേ തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചാൽ കാണാം. ഈ ലോകത്തിലെ ധനവാന്മാരോട്, അത് മാത്രം ഒന്ന് വായിച്ചാട്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനം. ഈ ഭൂമിയിലെ ധനത്തിന്റെ പേര് നിശ്ചയമില്ലാത്ത ധനം. നിശ്ചയമില്ല. ഇന്നുണ്ടാകും, നാളെ ഇല്ലാതെ പോകും. ഇന്ന് കാണും, നാളെ ഇല്ലാതെയാകും. നിശ്ചയമില്ലാത്ത ധനം, നിലനിൽക്കാത്ത ധനം. ഈ ധനമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ഇന്ന് നീ വലിയ ധനവാനാണ്, ഒരുപക്ഷെ ധനമുണ്ട്, എന്നാൽ നീ നാളെ അനുഭവിച്ചെന്ന് വരത്തില്ല സഹോദര, സഹോദരി. ഞാനും നീയും അതേ ഒരു ശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി എന്റെയോ നിന്റെയോ ശ്വാസത്തെ ദൈവം ചോദിച്ചാൽ, നിന്റെ പ്രാണനെ ചോദിച്ചാൽ, ജീവനെ തന്നവൻ ജീവനെ ചോദിച്ചാൽ നിനക്കില്ലെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ, അവന്റെ വയലൊക്കെ നന്നായി വിളഞ്ഞു, വയല് വിളഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം. രാത്രിയിൽ വീട്ടിലേക്ക് ചെന്നു, സന്ധ്യ വരെ വയലിൽ കൂടൊക്കെ നടന്നു. മാവിന്റെ ചുവട്ടിൽ ചെന്നാൽ ഇങ്ങനെ പൊഴിയുക മാമ്പഴം. തെങ്ങിന്റെ ചുവട്ടിലാണ് തേങ്ങ പിറക്കാൻ പോലും നേരമില്ല, കിടക്കുകയാ. റബ്ബറാണെങ്കിലോ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. കാറ്റ് വരുമ്പം പേടിയാ, പൊട്ടുമോന്ന്. 105 ഒടിയും. സ്തോത്രം. ആകെ 105 പോയി. അങ്ങനെ ആകപ്പാടെ എല്ലാം കൂടി ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന നേരം ആകപ്പാടെ കണ്ടിട്ട് ഒന്നും അങ്ങോട്ട് അടക്കാനാവാത്ത ആഹ്ലാദത്തിൽ വീട്ടിലേക്ക് ചെന്നു. അകത്ത് ചെന്ന് സൗകര്യമായിട്ട് ഇരുന്നിട്ട് ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. ഞാൻ കളപ്പുരകളെല്ലാം പൊളിച്ച് പണിയും, എല്ലാ കളപ്പുരയും പൊളിക്കും, എല്ലാം പൊളിച്ചിട്ട് വലിയത് പണിയും. പിന്നെ എനിക്ക് ഏറിയ നാളത്തേക്ക് തിന്നുവാനും കുടിക്കുവാനും എനിക്ക് ഇഷ്ടം പോലെ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്നോട് തന്നെ, എൻ്റെ ആത്മാവിനോട് പറയും, എൻ്റെ ആത്മാവേ തിന്നുക. ആത്മാവിന് നെല്ല് വേണോ തിന്നാൻ? എൻ്റെ ആത്മാവേ എന്നോട് തന്നെ പറയും. അങ്ങനെയാ കേട്ടോ. മലയാള ബൈബിളിൽ ഒരു പക്ഷേ അങ്ങനെ എഴുതിയില്ലെങ്കിലും അതിൽ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും, എൻ്റെ ആത്മാവേ, എൻ്റെ പ്രാണനെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ മുകളിൽ നിന്നൊരു വലിയ ശബ്ദം മുഴങ്ങി വരികയാണ്. ആകെ ഞെട്ടിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അവിടുന്ന് ഒരു ശബ്ദം വരികയാണ്. ഓ ദൗ ഫൂൾ,
ഭോഷനായ മനുഷ്യ, നീ ഈ കണക്കുകൂട്ടലുകൾ കൂട്ടി നാളെ നേരം വെളുക്കുമ്പോൾ ആ സൂര്യോദയം കാണാമെന്ന് നിനക്ക് എന്താ ഉറപ്പ്? നാളെ സൂര്യൻ ഉദിക്കുന്നത് നീ കാണുമെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാം? ഇന്ന് രാത്രിയിൽ പ്രാണൻ പോയാൽ എന്തു ചെയ്യും സഹോദര സഹോദരി? അല്ല, നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ അതേ ശാശ്വതമായതല്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടവരാണ്. എന്നാൽ ഒന്നറിയണം, ദൈവത്തിന്റെ ധനം നേടിയെടുത്തിട്ടാണോ ഈ ലോകം വിട്ടു പോകുന്നത്? അതിന് താഴെ എഴുതി വെച്ചു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, അതേ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനാകുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അവനെ ദൈവം നോക്കിയിട്ട് പറയുന്നത്, ഓ മൂഢ. വാക്യം വായിക്കാമോ? ദൈവമോ അവനോട്, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ചേർത്ത് വെച്ചതെല്ലാം ആരനുഭവിക്കും? ആർക്കറിയാം? ഇതെല്ലാം ദ്രവിച്ച് ഇല്ലാതെ പോകും. നിനക്ക് അനുഭവിക്കാൻ സാധ്യമല്ലെന്ന് അതേ ലോകത്തിലിരിക്കുന്ന ഓരോ മനുഷ്യനും, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും തന്നെ ഈ ലോകത്തിൽ ഒന്നും അനുഭവിക്കാമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കരുത്. ജീവൻ കർത്താവ് തന്നല്ലോ. ആ കർത്താവിന് പ്രസാദമായ ഒരു ജീവിതം ചെയ്യണം. അതുകൊണ്ട് ദൈവീകമായ ധനത്തിന്റെ ആഴമറിഞ്ഞ് ഈ ഭൂമിയിൽ അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണം. അതുകൊണ്ടാ താഴെ എഴുതിയത്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാണ്. ഇങ്ങനെ തീരും. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തും. മൂഢ, നിന്റെ പേരിന്റെ അവസാനത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടും. ഇങ്ങനെ പണ്ടൊരിക്കല് ഒരു പ്രസംഗമെല്ലാം കുഴപ്പിക്കണമെന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, വേറെ ബുദ്ധിയാകട്ടോ, നല്ല ബുദ്ധിയല്ല, ബുദ്ധിമാനായ മനുഷ്യൻ ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ട് മൂടി എന്ന് പറയും, DL മൂടി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ പണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. DL മൂടി പ്രസംഗിക്കാനായിട്ട് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ആ സ്റ്റേജിന്റെ അടുക്കലേക്ക് ഏതോ പ്രയർ റിക്വസ്റ്റ് പോലെ, പ്രാർത്ഥനാ കുറിപ്പ് പോലെ ഒരു കുറിപ്പ് എഴുതി കൊണ്ടുവന്ന് മൂടിയുടെ കയ്യിലോട്ട് നീട്ടി. മൂടി മേടിച്ചു, കയ്യിൽ വെച്ചു. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെയായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചത് വേറെ കാര്യമായിരുന്നു. ഇത് വായിച്ചാൽ ഉടനെ മൂടിയുടെ പ്രസംഗം ഔട്ടാകണം, പിന്നെ പ്രസംഗിക്കാനിട വരരുത്, ആകെ ചിന്താക്കുഴപ്പമാകണം. ആകെ എഴുതി വെച്ചത് എന്താ എഴുതിയെന്നറിയാമോ? അതിനകത്ത് എഴുതി വെച്ചു, വിഡ്ഢി, ഫൂൾ എന്നൊരു വാക്ക് മാത്രം എഴുതി. എന്ത് ഫൂളാണെന്ന്? നിൽക്കുന്നയാള്, പ്രസംഗിക്കുന്ന ആള് ഫൂളാണെന്ന്. ഇതുപോലെ ചിന്തിക്കുന്നവർ ഇവിടെയും കാണും. ഇത് ഫൂളിഷ്നെസ് ഒന്നും അല്ല കേട്ടോ. ഇത് ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇത് വെറും ഫൂളല്ല. എന്തായാലും ഫൂളാണെന്ന് ഓർത്ത് ഇത് വായിച്ചിട്ട് എന്നാലും എന്നെ ഇങ്ങനെ ഇവിടെയുള്ളവർ ആക്ഷേപിച്ചല്ലോ എന്ന് വെച്ച് മൂടി ഇനിയും വലിയ കാര്യമൊന്നും പറയത്തില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കലക്കിക്കളയാം എന്നാ വിചാരിച്ചത്. എന്നാൽ മൂടിക്ക് ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു. മൂടി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. ഇവിടെ അനേകര് പ്രാർത്ഥനാ കുറിപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാള് പ്രാർത്ഥനാ കുറിപ്പിനകത്ത് വിഷയമൊന്നും എഴുതിയില്ല, തൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്താ പറഞ്ഞേ? ഇവിടെ ഒരാള്, എല്ലാവരും പ്രാർത്ഥനാ കുറിപ്പുകൾ കൊണ്ടുവന്നു, അതൊക്കെ ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരാള് പ്രാർത്ഥനാ കുറിപ്പൊന്നും കൊണ്ടുവന്നു, പക്ഷേ അതിനകത്ത് വിഷയം എഴുതാൻ മറന്നുപോയി, പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കൊള്ളുകയല്ലേ? ഇതാ പലർക്കും പറ്റുന്നത്. ചിലരൊക്കെ ചിന്തിക്കുന്നത് തങ്ങളുടെ കാര്യമെല്ലാം ജ്ഞാനമാണെന്നും ഈ ദൈവിക കാര്യം കേൾക്കുന്ന ഫൂളിഷ്നെസ് ആണെന്നും ഒക്കെ ചിന്തിക്കാറുണ്ട്. അല്ല, മറിച്ചാ പറ്റിയിരിക്കുന്ന കുഴപ്പം അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനായി ഇതിപ്പോ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വേണ്ടതുപോലെ ചിന്തിക്കാൻ വേണ്ട ബുദ്ധി ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ടല്ലോ, ചിന്തിച്ചു കൊള്ളണം. ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ച് ഇനി പറഞ്ഞു തുടങ്ങാം. ചില നിമിഷങ്ങളെ ഇനി നമ്മുടെ മുൻപിൽ ഉള്ളല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവവിഷയമായി സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ ഭൂമിയിൽ, അതേ മുമ്പേ ഞാൻ ഓർപ്പിച്ചല്ലോ, ജെയിംസ് സിംസൺ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ക്ലോറോഫോം. എന്നാൽ കണ്ടുപിടുത്തത്തിലൊന്നും അദ്ദേഹം ആശ്രയിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാപിയാണെന്നും എനിക്കൊരു രക്ഷിതാവായി ക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതാണ് ജീവിതകാലത്ത് കണ്ടുപിടിക്കാവുന്ന പരമപ്രധാനമായ കണ്ടുപിടുത്തം. ഹല്ലേലൂയ.
അത് കണ്ടുപിടിച്ചതിന്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം ശബ്ദമായ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. അത് കണ്ടുപിടിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ്. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിയവൻ ഭാഗ്യവാനാണ്. അതിനാ ഒരു വാക്ക് പാടിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ കണ്ടെത്തിയെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദൈവത്തെ ഒരു മനുഷ്യൻ അടുത്തറിയാൻ ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് അവൻ തന്നെ കാണുവാൻ തുടങ്ങും. ദൈവം പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രകാശം ഇവനിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അതെ, ഒരു പാപി കർത്താവിന്റെ അടുക്കലേക്ക് അടുക്കുമ്പോൾ അവനെ പാപത്തിന്റെ ഇരുളിലേക്ക് വലിച്ച് കുഴിയിലേക്ക് തള്ളുന്നവനല്ല ദൈവം. ആ ദൈവം ആ പ്രകാശം കൊണ്ട് ഇവന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ, ആ ഉള്ളറകളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യ അന്ധകാര അറകളെ, അവന്റെ അന്തരാത്മാവിനെ ഉണർത്തിയിട്ട് അവന്റെ ഉള്ളിലെ പാപങ്ങൾ അവന് തന്നെ ബോധ്യമാക്കുവാൻ മനസ്സാക്ഷിയുടെ ഉണർവ് അവന് നൽകും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിങ്കലേക്ക് ഒരു മനുഷ്യൻ അടുത്തു വന്നാൽ അവന്റെ അന്തരംഗത്തിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ ആ ഇരുളിലേക്ക് വെളിച്ചം വരുമ്പോൾ, വെളിച്ചത്തിനാൽ ഇരുളായിരിക്കുന്നതെല്ലാം തെളിവായി വരുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വെളിച്ചം കൊണ്ട് ഇരുളിലിരിക്കുന്നതെല്ലാം തെളിഞ്ഞു വരും. മനുഷ്യ ജീവിതം, അതേ ആദാമിന്റെ സന്തതി പരമ്പര, അതേ ആദാമിന്റെ പാപത്തിന്റെ ഫലമായിട്ട് വെളിച്ചമായ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് തള്ളപ്പെട്ട് അവൻ ഇരുളിലേക്ക് വീണ് അന്ന് മുതൽ ഇന്ന് വരെ ആ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ജീവന്റെ പ്രകാശമായി ദൈവത്തിന്റെ പുത്രനായവൻ, പിതാവാം ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായി അവന്റെ പ്രകാശത്തിന്റെ പ്രതിഫലനമായ പുത്രൻ ലോകത്തിലേക്ക് വന്ന് മനുഷ്യ ജീവിതങ്ങളെ ആ ദിവ്യ പ്രകാശം കൊണ്ട് തൊട്ടുണർത്തിയിട്ട് അവന്റെ പാപങ്ങളെ കുറിച്ച് ബോധമുള്ളവനാക്കി മാറ്റുകയായി. അതാണ് ഒന്നാമത്തെ ധനം. അതാ ഇന്നലെയും ഓർപ്പിച്ചത്, ദൈവത്തിന്റെ കൃപാധനം. ദൈവത്തിന്റെ കൃപാധനമെന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ചേർത്ത് വായിക്കുമ്പോൾ കാണാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിലൂടെ, അവന്റെ രക്തത്താൽ തന്നെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം ധനത്താൽ സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, വിവേകം എന്നിവയുടെ ആഴമേ, ആ ആഴത്തെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഫലിപ്പിക്കുകയാണ്. നോക്കണം, ഇവിടെയും ഈ 3 കാര്യവും കാണാം. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ പാപബോധമുള്ളവനായി മാറുമ്പോൾ, തന്റെ തെറ്റുകളെ കണ്ടെത്തുമ്പോൾ, അവൻ ദൈവത്തിന്റെ ധനത്തോട്, അതേ കൃപാധനത്തോട് അവൻ അടുക്കുകയാണ്. ദൈവത്തിന്റെ കൃപയുടെ ധനം, ആ കൃപയുടെ ധനത്തിന്റെ പേരാണ് ആത്മരക്ഷ. ആത്മരക്ഷയാകുന്ന കൃപാധനം ദൈവം നമുക്ക് നൽകുന്നു. ഹല്ലേലൂയ. ആ കൃപാധനം പ്രാപിച്ചവർ ഭാഗ്യശാലികൾ. അവർക്ക് സകല ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ അത് പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ന് മുതൽ ഇതുവരെ ചെയ്തതെല്ലാം ലജ്ജാകരമായ കാര്യമായിരുന്നു. മദ്യം ഉണ്ടാക്കി, മദ്യം നിർമ്മിച്ചു കൊടുത്തെന്ന് സാധാരണ പണിയൊന്നുമല്ല ചെയ്തേ. ഇവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ ഇതൊന്നും അറിയത്തില്ല. മദ്യത്തിൻ്റെ രുചി എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇതുവരെ ഒരു ഡ്രോപ്പിൻ്റെ രുചി പോലും നമ്മൾ നോക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഉണ്ടാക്കിയ പുള്ളി ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. ഭയങ്കരമായ ആളുകളെയൊക്കെയാ കർത്താവ് പിടിച്ച് തിരിച്ച് ആകെ വട്ടം കറക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കർത്താവിനെ കുറിച്ച് വിളിച്ച് പറയിപ്പിക്കുക. സഹോദര, വളരെ എതിർത്താൽ നീയും അതുപോലെയാ. അതേ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു പന്ത് പോലെയാണ്. അതിനെ ആരെങ്കിലും അടിച്ചമർത്താൻ നോക്കിയാൽ എത്ര ശക്തി കഴിക്കുന്നു അത്രേ ശക്തിക്ക് തിരിച്ചുയരും. ഹല്ലേലൂയ.
ആർക്കും ഇതിനെ കീഴടക്കാൻ പറ്റുകയില്ല. സുവിശേഷത്തിന്റെ ശക്തി ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും എതിർക്കാതെ ചിലരൊക്കെ ബുദ്ധിമാന്മാരായിട്ട് അങ്ങ് മാറിക്കളയും. ദൈവത്തിന് സ്തോത്രം. ഓർത്തുകൊള്ളണം, അതെ, അവനിൽ നമുക്ക്, അവന്റെ രക്തത്താൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് ദൈവത്തിന്റെ കൃപാധനമാണ്. ആ കൃപയുടെ ധനം ദൈവം നമുക്ക് തന്നല്ലോ. ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെല്ലാം വീണ്ടും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആ കൃപാധനത്താൽ നമ്മളെല്ലാവരും ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി മാറി. പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തു. അടുത്ത ധനത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇത് കഴിഞ്ഞ രാത്രിയിലും അല്പമായി തൊട്ടതാണ്, അതുകൊണ്ട് ഇന്ന് അതിനെ വിവരിക്കുന്നില്ല. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വായിക്കേ. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. തൊട്ടുമുകളിൽ 6-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാട്ട്. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാത്സല്യം എന്ന് പറഞ്ഞാൽ ഒരു പിതാവിന് മാത്രമേ തന്റെ മകനെ കുറിച്ച് വാത്സല്യം ഉണ്ടാകത്തുള്ളൂ. പിതാവാണെങ്കിൽ തന്റെ മകനെ കുറിച്ച് വാത്സല്യമുണ്ട്. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് നാം ആ ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതായ അവസ്ഥയിലായതുകൊണ്ട് ഒരു മകൻ എന്തെങ്കിലും പിതാവിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വാതിലിന് പുറത്തൊക്കെ ഇട്ട് അടച്ചു കളയും. എന്നാലും എന്ത് ചെയ്യും? അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എവിടെയെങ്കിലും കയറി അകത്തു വന്നാൽ അടിച്ചിറക്കത്തൊന്നുമില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ തെറ്റുകൾ കാണുമ്പോൾ ശിക്ഷിക്കും. എങ്കിലും വാത്സല്യമുള്ള പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് ഏദനിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ഇതാ മറുഭാഗത്തൂടെ തന്റെ പുത്രനെ സ്വർഗത്തിൽ നിറക്കി വിട്ടു. ഏദനിൽ നിറക്കി വിട്ടപ്പോൾ മനുഷ്യന് ചെറിയ നഷ്ടമേ തോന്നിയുള്ളൂ. എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ തന്റെ പുത്രനെ സ്വർഗത്തിൽ നിറക്കി വിട്ടപ്പോൾ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ വാത്സല്യത്താൽ വായിക്കാം. തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ, കൃപയുടെ അത്യന്ത ധനം, എക്സീഡിംഗ് റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, തന്റെ കൃപയുടെ അത്യന്ത ധനം, അത്യന്തമായ ധനം. ഈ ധനം എന്താണെന്നറിയാമോ? കൃപാധനം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചെടുക്കുന്നതാണെങ്കിൽ കൃപയുടെ അത്യന്ത ധനം എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതാണ്. ഹല്ലേലൂയ. ആ ധനമാണ്. ആ ധനം നമുക്ക് തരുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പുത്രൻ കയറി പോകുമ്പോൾ പറഞ്ഞു, പിതാവ് ചില പ്രോമിസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചില വാഗ്ദത്വമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് പിതാവിനോട് പറയാം, എല്ലാം പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ആരംഭിക്കാം, അതിന് വേണ്ടതൊക്കെ ഇനി തുടങ്ങാം. അതിനുവേണ്ടി പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി പോകുമ്പോൾ പുത്രൻ തന്നെ വിശ്വസിച്ച് പിൻപറ്റിയ തന്റെ ശിഷ്യഗണത്തെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം, ഈ നഗരത്തിൽ തന്നെ കാത്തിരിക്കുവീൻ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ കൃപാധനമാണ്. ആ കൃപയുടെ അത്യന്തമായ ധനമാണ്. ഈ അത്യന്ത ധനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ പോകുകയാണ്. നിങ്ങൾ അതിനെ പ്രാപിക്കാൻ പോകുകയാണ്. അതിന്റെ പേരാണ് അഭിഷേകം എന്ന് പറയുന്നത്. അറിയാമോ? അഭിഷേകമാകുന്ന കൃപയുടെ അത്യന്ത ധനം മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, അതാ ഇവിടെ വായിച്ചത് 6-7 വാക്യം ഒന്നുകൂടെ വായിക്കാം. എഫേസ്യർ 2:6-7 വാക്യം. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. സ്വർഗത്തിലിരുത്തിയെന്ന്. നമ്മെ ഈ ഭൂമിയിലുള്ള മനുഷ്യരാണ്. ഇന്ന് നമ്മൾ ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും അതേ നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് നിറവിൽ ജീവിക്കുന്ന ദൈവമക്കൾ അവര് ഈ ലോകത്തെ ജയിച്ചവരാണ്. അതേ സ്വർഗത്തിന്റെ അവകാശികളാണ്. ഈ ഭൂമിയിൽ ഇരുന്നാലും അവിടേക്ക് പോകാനായിട്ട് ശരിയായിട്ട് ഇപ്പൊ SSLC പാസ്സാകുന്ന നേരത്ത് ഈ SLC ബുക്കിന്റെ അടിയിൽ അതേ ഹെഡ് മാസ്റ്റർ ഒരു സീലൊക്കെ അടിച്ചിട്ട് ഒപ്പിട്ടിട്ട് അതിന്റെ ഇടതുവശത്തോട്ട് എഴുതി വെക്കും, ഹി ഈസ് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. അതിന്റെ ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, ഹി ഈസ്
SLC ബുക്കൊക്കെ കയ്യിലുണ്ടെങ്കിലും ചിലരിതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. എന്നെ പോലുള്ള ചിലരൊന്നും ഹയർ സ്റ്റഡീസിന് പോയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. അത് ഒന്നിനും പോയിട്ടില്ല, ഇവിടെ പഠിച്ചത് കൊണ്ടൊക്കെ നിൽക്കുകയാണ്. SLC ബുക്ക് ഉണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അത്രയൊക്കെ പോയേച്ച് അവനിപ്പുറത്ത് പക്ഷേ വായിച്ചു നോക്കണം കേട്ടോ. ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്ന് നോക്കണം. ഇതിനിപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഹീ ഈസ് എലിജിബിൾ. ഇവൻ ഉന്നത ബിരുദങ്ങൾ എടുക്കുവാൻ പഠിക്കുവാൻ യോഗ്യനാണ്, ഇവൻ അതിന് യോഗ്യനാണ്. അതുകൊണ്ട് ആ യോഗ്യതയ്ക്ക് ഇതാ ഞാൻ സാക്ഷ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് തരികയാണ് കയ്യിലേക്ക്. ഇതുപോലെ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ യോഗ്യതാ പത്രം എഴുതി തരുന്നതിൻ്റെ ആ തുല്യമാണ് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ നമ്മെ ദൈവം യോഗ്യരാക്കുന്നത്. അഭിഷേകം പ്രാപിച്ച ജനമേ, അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ അത്യന്ത ധനം അത് പ്രാപിക്കണം. അത് പ്രാപിക്കാൻ അതിൻ്റെതായ ഒരു കണ്ടീഷനുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, ദൈവസഭയ്ക്ക് മുൻപിൽ നിന്നവനായ പ്രധാന അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ജനമെല്ലാം തൻ്റെ പിന്നാലെ നിൽക്കുമ്പോൾ അനേക ജനസമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് അവരെ നോക്കി വിളിച്ചു പറഞ്ഞു, അവരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു കിട്ടുവാൻ ഓരോരുത്തരും സ്നാനമേൽക്കുവീൻ. മാനസാന്തരപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ് പറയുന്നത്, എന്റെ അഭിപ്രായമൊന്നുമല്ല. അതെ, ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ആദ്യം മാനസാന്തരപ്പെടണം. ചിലരാണെങ്കിൽ ആദ്യം അങ്ങ് സ്നാനം കൊടുക്കുക, അതൊക്കെ തെറ്റാ. അങ്ങനൊന്നും ചെയ്യരുത്, അത് ബൈബിളിലുള്ള കാര്യമല്ല. അങ്ങനെയല്ല, കുഞ്ഞായിരിക്കുമ്പോഴേ അത്യാവശ്യത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് മാമോദീസൊക്കെ കൊടുത്ത് പരിപാടി അങ്ങ് തീർത്തു വെക്കുകയാണ്. നേരത്തെ തന്നെ അങ്ങ് റെഡിയാക്കി. ശവപ്പെട്ടി ആരെങ്കിലും വീട്ടിൽ മേടിച്ചു വെക്കാറുണ്ടോ? മരിക്കുമ്പോൾ മതിയെന്നേ. അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടി മേടിച്ചാൽ പോരെ? നേരത്തെ കുഴിച്ചിടണമല്ലോ. നിങ്ങളുടെ അപ്പന് പെട്ടി മേടിച്ചു വെക്കാറുണ്ടോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് മേടിച്ചു വെക്കാറില്ലല്ലോ. നമ്മൾ ആരും നമുക്ക് വേണ്ടി മേടിച്ചു വെക്കാറില്ലല്ലോ. ഇല്ല. ശവപ്പെട്ടിയൊക്കെ അന്നേരം ഒരുക്കിയാൽ മതി. അന്നേരത്തേക്ക് മരിക്കട്ടെ. ആദ്യം മരിക്കുന്നതിന് മുമ്പേ പെട്ടിക്കകത്താക്കിയാൽ അത് തെറ്റാ കേട്ടോ. അതുകൊണ്ടാണ് ഈ ചെറിയ ശിശുവായിരിക്കുമ്പോൾ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നത്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും കർത്താവ് പറഞ്ഞ പ്രമാണപ്രകാരം സ്നാനമേൽപ്പീൻ. പിന്നെ എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ആ നൽവരം നിങ്ങൾക്ക് ലഭിക്കും. ആത്മദാനം ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്നിറങ്ങും. നിങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് 2 കാര്യം ചെയ്യുമ്പോൾ 3-ാമത്തെ കാര്യം ദൈവം ചെയ്യും. അതെ, ഒന്നാമത് നമ്മുടെ കുറ്റങ്ങളെ, ആ ദൈവത്തിന്റെ കൃപാദാനത്തെ പ്രാപിക്കുവാൻ കുറ്റങ്ങൾ അവിടുത്തെയോട് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, കുറ്റങ്ങളും പാപങ്ങളും കർത്താവിനോട് സമ്മതിച്ചു കഴിയുമ്പോൾ ആ കൃപയുടെ ദാനം. അതുകൊണ്ടാണ് ഉപദ്രവകാലത്തിലും അതേ ഒരു കൂട്ടം വിശുദ്ധന്മാർ അവിടെ നിന്ന് പാടും, രക്ഷാ ദൈവത്തിന്റെ ദാനം, രക്ഷാ ദൈവത്തിന്റെ ദാനമെന്ന് അവരാർക്കുകയാണ്. അതേ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ എടുത്തു നോക്കിയാൽ കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 10-ാം വാക്യം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന്. രക്ഷ എന്ന് പറയുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിന്റെയും ഈ ഭൂമിയിൽ മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ഇറങ്ങി വന്ന ദൈവകുഞ്ഞാടായി പരമയാഗമാകുവാൻ, ഒരു കുഞ്ഞാടിനെ പോലെ യാഗമായി ബലിയായി തീരുവാൻ ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെയും ദാനമാകുന്നു എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തു പാടുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളും പാടുന്നത്, ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധമാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പെരുവെള്ളം ഇങ്ങനെ പാറകളിലും കാടുകളിലും ഒക്കെ തട്ടി അതേ വലിയ കിഴുക്കാം തൂക്കിലുള്ള ഇറക്കങ്ങളിൽ വെള്ളം ഇങ്ങനെ വന്ന് വലിയ പ്രവാഹം വന്ന് പതിക്കുന്ന വലിയ ഇരച്ചിൽ പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിപ്പീൻ. ഹല്ലേലൂയ.
സ്തുതിക്കുവാൻ ദൈവകുഞ്ഞാട് യോഗ്യനാണ്. എന്തുകൊണ്ട്? അവൻ രക്ഷയെ, ആ കൃപയുടെ ദാനത്തെ നൽകുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ കൃപാദാനം നൽകുവാൻ വന്ന കർത്താവ് ഈ ഭൂതലത്തിലിരുന്നവരോട് വിളിച്ചു പറഞ്ഞു. അപ്പോസ്തലന്മാരത് കേട്ടു പറഞ്ഞു. യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, അല്ലാതെ വെറുതെ ജനിച്ചാൽ പോരാ. ഒന്നാമത് പുതുതായി ജനിക്കണം, മാനസാന്തരപ്പെടണം. രണ്ടാമത് വെള്ളത്താൽ ജനിക്കണം, അഥവാ സത്യസഭയ്ക്ക് കൊടുത്ത യഥാർത്ഥമായ മുഴുകൽ സ്നാനം, തൃത്വനാമത്തിലുള്ള സ്നാനം, വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേൽക്കണം. മൂന്നാമത് കർത്താവ് പറഞ്ഞു, ആത്മാവിനാൽ ജനിക്കണം. ആത്മീക ജനനമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ, അതെ, ഒന്നാം മനുഷ്യനായ ആദാം മണ്ണ് കൊണ്ടുള്ളവനായി ഭൂമിയിൽ നിന്നുണ്ടായി വന്നു. ഒടുക്കത്തെ ആദാം സ്വർഗത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന ആത്മാവായി ഇറങ്ങി വന്നു. ഈ ജീവിപ്പിക്കുന്ന ആത്മാവായി ഇറങ്ങി വന്നവൻ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഇതാ മനുഷ്യനെ ജീവിപ്പിക്കുന്ന ആത്മാവിനെ അവന് ദാനമായി നൽകി. അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവകൃപയുടെ അത്യന്ത ധനം പ്രാപിക്കുമ്പോൾ മനുഷ്യൻ സ്വർഗീയനായി മാറുകയാണ്. ആത്മാവിനാൽ, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ മനുഷ്യൻ നടത്തപ്പെടുവാൻ ആരംഭിക്കുകയാണ്. അതുവരെ സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് ആകർഷിക്കപ്പെട്ട് അവൻ പാപത്തിനും പാപത്താൽ മരണത്തിനും അധീനനായി തീർന്നുകൊണ്ടിരുന്നു എന്ന് യാക്കോബ് 1:14 നമ്മൾ വായിച്ചതാണ്. യാക്കോബ് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. എന്തായാലും ഇന്നലെ വന്നവർ പലരും ഇന്ന് വന്നിട്ടില്ല, എന്നാൽ ഇന്നലെ വരാത്ത പലരും ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു. ഓരോരുത്തൻ വഞ്ചിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ, അവന്റെ ഉള്ളിലെ സ്വാർത്ഥമോഹങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, സ്വാർത്ഥ ഇമ്പങ്ങൾ, ഇതൊക്കെ അവനിൽ കുടികൊള്ളുന്നു. സ്വാർത്ഥമായ നീതി, സ്വാർത്ഥമായ പരിശുദ്ധം, ഇതൊക്കെ ചിലരിൽ കുടികൊള്ളുകയാണ്. അതൊന്നും ദൈവത്തിന് വേണ്ട. മനുഷ്യൻ തന്നിൽ തന്നെ കരുതിക്കൊള്ളുന്നതാണ്. ആ സ്വാർത്ഥമായ ആഗ്രഹങ്ങളാലാണ് ഓരോരുത്തരും സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാലാകുന്നു. അത് വരുമ്പോൾ മോഹം മനുഷ്യന്റെ ഉള്ളിൽ ഉരുവായി ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അന്ന് മുതൽ മോഹം പിന്നെ പാപമായി പരിണമിക്കുന്നു. മോഹം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പാപമായി ഉരുവാകുന്നു. ഈ പാപമോ പിന്നെ ഭയാനകമായ ഒരു മരണത്തിലേക്ക്, ഭയങ്കരമായ ഒരു അന്ത്യത്തിലേക്ക് അവനെ നയിക്കുകയാണ്. പിന്നെ ഒരിക്കലും അവൻ വെളിച്ചം കാണുന്നില്ല. പിന്നെ ഒരിക്കലും അവന് ദൈവത്തോട് ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മെ ദൈവം അതിൽ നിന്ന് വീണ്ടെടുത്തു, കൃപാദാനം നൽകി. മാത്രമല്ല, ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമേ, നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക് തള്ളപ്പെടേണ്ടവനെ ഇതാ ദൈവത്തിന്റെ രാജ്യത്തിന് യോഗ്യനാക്കി മാറ്റി. ഈ ധനത്തിന്റെ ആഴം അതാണ്. ആ വലിയ ആഴത്തെ നാം ഒന്ന് മനസ്സിലാക്കണം. അത് മാത്രമാണോ? അതിൽ നിന്ന് വീണ്ടും ഹയർ ആൻഡ് ഹയർ, ഉയരത്തിലേക്ക് ഇങ്ങനെ ഉയർത്തുകയാണ്. ഉയർത്തി കൊണ്ടുവരികയാണ്. കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നീ പാപിയായിരുന്നു. ഈ മൺമയമായ ചിന്തയോടെ ഈ പൈശാചികമായ ലോകത്തിന്റെ ആ മോഹങ്ങളുടെ പിന്നാലെ ഓടിയതാണ്. എന്നാൽ വരുംകാലം, നിന്റെ ഭാവി കാലം അങ്ങനെയുള്ളതല്ല. വരുംകാലങ്ങളിൽ നിന്നിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു വിശുദ്ധനാക്കി രൂപാന്തരപ്പെടുത്തി കാണിക്കുവാൻ, അതിന് വിശുദ്ധിയുടെ ആത്മാവിനെ നിന്റെ ഉള്ളിലേക്ക് കൃപയുടെ അത്യന്ത ധനമായിട്ട് നൽകി. ആ ധനം നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ എന്ത് പറയും? അതേ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ എഴുതി വെച്ചു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് ദൈവം നിക്ഷേപമായി നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം, ഈ ട്രഷർ, ഈ ധനം, ഇതൊരു ധനമാണെന്ന് പറയുകയാണ് ഇവിടെ. അറിയാമോ? ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമേ, സ്വർഗത്തെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് നിന്റെ ഉള്ളിൽ സ്വർഗത്തെ സ്ഥാപിക്കുകയാണ്. ദൈവം വന്ന് മനുഷ്യനോടുകൂടെ വാസം ചെയ്യുകയാണ്. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വരുന്നു. ഇവിടെ എഴുതി വെച്ചത് എന്താണ്? അതെ, വായിക്കാം.
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രമാകുന്ന ഈ ശരീരമാകുന്ന കൂടാരത്തിനകത്ത് നീ മൺമയനാണ്, നാം എല്ലാവരും മൺമയനാണ്. ഈ മൺകൂടാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരു വലിയ നിക്ഷേപം, ഒരു നിധി, ഒരു ധനം നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിനകത്തിരുന്നു കൊണ്ട് ഇത് മുഴുവനെ രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ഭാഗം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആരംഭിച്ചാൽ മാത്രമേ നമ്മുടെ ഈ മൺമയമായ കൂടാരത്തെ വിൺമയമാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മോക്ഷത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, ദൈവത്തിന്റെ അടുക്കൽ എത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ആ മോക്ഷത്തിലെത്തുവാൻ, നമ്മെ മോക്ഷത്തിന് യോഗ്യരാക്കുവാൻ തൻ്റെ ആത്മാവാകുന്ന ഒരു ധനം നമ്മുടെ ഉള്ളിലേക്ക് തന്നു. നമ്മുടെ ഉള്ളിൽ ആ ധനം വന്ന് നമ്മിലത് അധിവസിക്കാൻ ആരംഭിച്ചപ്പോൾ മുതൽ ഈ ആത്മാവ് പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേ നീതിയായി നടന്നുകൊള്ളുക, ദൈവഹിതത്തിന് അന്യമായ വഴിയിലേക്ക് മാറാതെ ജീവിതത്തെ സൂക്ഷിച്ചുകൊള്ളുക. ഓരോ നാളും ആത്മാവിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉപദേശം, ആ ഉപദേശം പ്രാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അതിക്രമം ചെയ്യാൻ സാധ്യമല്ല. അതിക്രമങ്ങളെല്ലാം വെറുക്കണം, അതിക്രമങ്ങളെ വിട്ടുമാറണം, അതേ പാപത്തിൻ്റെ വഴികൾ വിട്ടുമാറണം. എപ്പോഴും ചിന്ത സ്വർഗീയമായതായിരിക്കണം. എനിക്ക് എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലെത്താൻ കഴിയും? ആ ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ സവിധത്തിൽ, അതുകൊണ്ടാണല്ലോ മതമോ ജാതിയോ വ്യത്യാസമൊന്നുമില്ലാതെ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ പരമാവധി വൃത്തിയോടെ പോകാൻ ശ്രമിക്കുന്നത്. കുളിച്ച്, അതേ ആ കുളിച്ച് ശരീരത്തെയെല്ലാം നല്ല വൃത്തിയാക്കി. അതുമാത്രമാണോ, എത്ര സിഗരറ്റ് പിടിക്കുന്നവരായാലും ബീഡി വലിക്കുന്നവരായാലും മയക്കുമരുന്നടിക്കുന്നവരായാലും അങ്ങ് മുക്കിനി എന്ന് ദൂരോട്ട് എറിഞ്ഞേച്ച് അകത്തോട്ട് കയറുന്നേ, വെച്ചോണ്ടൊന്നും കയറത്തില്ല. സ്തോത്രം. അതുമാത്രമാണോ? പണ്ട് ഒത്തിരി വർഷത്തിന് മുമ്പ്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് യുഗങ്ങളല്ല, എൻ്റെ കാലമാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് 84-85 വർഷങ്ങളിൽ ഞാൻ അങ്ങ് ഹൈറേഞ്ചിൽ, ഇടുക്കിയുടെ അങ്ങേ അറ്റത്ത് കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരു ദിവസം സന്ധ്യാനേരമായപ്പോൾ ഒരു വ്യക്തി വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അവിടെ വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്ന ശബ്ദം കേൾക്കാം, അയ്യാ സ്വാമി, അയ്യാ സ്വാമി വന്ന് നിൽക്കുക. സ്വാമി എന്നാ ഇറങ്ങി ചെന്നു. ഞാൻ വാതിൽക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ ആളിന് നേരെ നിൽക്കാൻ വയ്യ. നേരെ നിൽക്കാൻ പാടില്ലാത്ത എന്താണെന്ന് നമുക്കറിയാം. സാധാരണ നിൽക്കാൻ നിവർത്തിയില്ല, ആകെ വശം കെട്ടാ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അയ്യാ സ്വാമി ഞാൻ പാവി, ഉള്ള വരലാമാ, ഉള്ള വരലാമാ, എന്നാ കാരണോ, എന്നാ പ്രശ്നം എന്നെ പറഞ്ഞു. അയ്യാ ഞാൻ കുടിച്ചിരിக்கிறேன் ഉള്ള വരലാമാ. കുടിച്ചു കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പാപിയാണ്, ഇതൊരു അക്രമ പ്രവൃത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മനസ്സോടൊന്നും അല്ല ചെയ്യുന്നത്. കുടിച്ചു കഴിഞ്ഞ് അതേ എല്ലാ ദോഷവും പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് കുറ്റബോധത്തോടെയാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് കുടിയന്മാർക്കുള്ള സ്ഥലമല്ല, போய் லாட்ஜில் போய் தங்கிட்டு காலையில வாங்க, சனிக்கிழமை ராத்திரி இங்க ஜெபம் நடக்கிற நேரம் வரக்கூடாது. இல்லை நான் போக மாட்டேன், இங்கே இருப்பேன், இனி കുടിക്ക മാട്ടേൻ. എന്താ തീരുമാനം എടുക്കുക? അപ്പോഴേ പുള്ളിക്കാരൻ തീരുമാനം എടുത്തു, ഇനി കുടിക്ക മാട്ടേൻ. പിന്നെ അനേക വർഷങ്ങൾ ഞാൻ പിന്നീട് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം അന്ന് രക്ഷിക്കപ്പെട്ടു. കുറച്ചു നേരം കൂടെ കഴിഞ്ഞു, ഉണർവുണ്ടായപ്പോൾ അങ്ങനെ മടിക്കുത്തിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് എൻ്റെ ഈ തന്നു. ദൈവത്തിന് എനിക്കെന്തിനാ? സ്തോത്രം. മാത്രമല്ല, ഇത് കളഞ്ഞാൽ പിന്നെ രാവിലെ ബോധം തെളിയുമ്പോൾ വന്നിട്ട് കുപ്പി എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാവും. കളയാനും നിവർത്തിയില്ല, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, ആകെ കുഴഞ്ഞു. കുപ്പി മേടിച്ചു, കൈ മേടിച്ചും പോയി. എന്ത് ചെയ്യാനാ? നമ്മളിതുവരെ കുടിച്ചിട്ടില്ല, ഇനിമേൽ കുടിക്കത്തുമില്ല, മരിക്കുന്നവരെ പറ്റത്തുമില്ല. അത് പാപമല്ലേ? മനുഷ്യന്റെ ആ നല്ല മനസ്സിനെ നശിപ്പിക്കുന്ന ഈ ശത്രുവിന്റെ ദുഷ്പ്രവൃത്തിക്ക് ഓഹരിക്കാരാകാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ ഇയാൾ നാളെ പ്രശ്നമായിട്ട് വന്നാൽ അതും കുഴപ്പമാകും. ഞാൻ പിന്നെ ഒരു മൂലയിൽ ഒളിച്ചു വെച്ചു. വിശ്വാസി വല്ലതും കണ്ടാൽ ഉപദേശി ഇത് വാങ്ങിച്ച് സൈഡിൽ വെച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കത്തില്ലേ? പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായ കാര്യം. എന്തായാലും അന്ന് ആ സഹോദരൻ ഹൃദയപൂർവ്വം അനുദപിച്ചു.
അന്ന് ആ സഹോദരൻ രക്ഷപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചു, അദ്ദേഹം എവിടെ? അദ്ദേഹം പറഞ്ഞു, ഉസിലംപട്ടി സഭയില് നമ്മുടെ വിശ്വാസിയായിട്ട് അദ്ദേഹം ജീവിക്കുന്നു. ഉസിലംപട്ടി സഭയില്. നോക്കണം, ഒരു മനുഷ്യൻ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുന്ന രാത്രിയായിരുന്നു. അന്ന് താൻ മാനസാന്തരപ്പെട്ടു, ആ കുടിയോട് വിട പറഞ്ഞു, എല്ലാ പാപത്തിന്റെ സ്വഭാവത്തിൽ രക്ഷ പ്രാപിച്ചു. ദൈവ പൈതലേ, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നീ ഒരു കുടിയനായിട്ട് വഴിയിൽ നടക്കുന്നു, രൂപ എത്രയാ കയ്യിൽ നിന്ന് പോയതെന്ന് പിന്നെ ഉണരുമ്പോൾ പോലും ബോധ്യമില്ല. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം കൂടെ കുടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവർ തന്നെ തട്ടിക്കൊണ്ടുപോയി കളയും. എല്ലാം നഷ്ടപ്പെടും. അവസാനം ഒന്നുമില്ലാതെ വിഷണ്ണനായിട്ട് വന്ന് നിൽക്കേണ്ടി വരും. ആ പാപത്തിന്റെ വഴികൾ വിട്ട് തിരിയണമെന്നാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യ കൊലപാതകിയായി മാറിയാൽ അവന്റെ ആയുസ്സിൽ അവന്റെ മരണം വരെ എന്നും ഒരുത്തനെ കൊല ചെയ്താൽ ആ കുറ്റബോധം അവനെ ഭരിച്ചുകൊണ്ടിരിക്കും. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇളവ് കിട്ടിയ ഒരാള് നമ്മുടെ വിശ്വാസിയായിട്ട് കട്ടപ്പനയിൽ വന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയണം, അദ്ദേഹത്തിൻ്റെ മരണം വരെയും വിശ്വാസിയായിട്ട് വന്നെങ്കിലും എന്നും അദ്ദേഹം ഒരു കൊലപാതകത്തിൽ ഇടപെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നും വരുമ്പോൾ ഇതാണ് പറയും, ഞാൻ കൊല ചെയ്തു പോയല്ലോ, ദൈവം ക്ഷമിക്കുമോ? എന്നും മനസാക്ഷിയോട് ഇത് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൊല ചെയ്തു പോയല്ലോ. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. മരിച്ചുപോയിട്ട് കുറെ നാളുകളായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഞങ്ങൾ അനുദിനവും കാണുന്നു. മനുഷ്യ മനസാക്ഷിയെ കുത്തി നോവിക്കുന്നതായ പാപത്തിന്റെ പ്രേരണ, അത് പിശാച് ആദ്യമൊക്കെ ഇമ്പമായിട്ട് കൊണ്ടുവന്ന് ഇതൊക്കെ ഒരു പ്രലോഭനമാക്കി അതിന് വശംവദനായി കഴിയുമ്പോൾ അതിലേക്ക് മുഴുവനുമായിട്ട് അകപ്പെടുത്തിയിട്ട് അവനെ ഒരു കുറ്റവാളിയാക്കി തീർത്തിട്ട് ആ പിശാച് തന്നെ പുറകിൽ നിന്ന് കുത്തും, നീ കുറ്റവാളിയാണ്. ആ കുറ്റബോധത്തിൽ നിന്ന് പിന്നെ ഒരിക്കലും വിമോചനമില്ല. എന്നാൽ ഈ ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനം മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ! അതാണ് നമ്മുടെ ഭാഗ്യം. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഴയതെല്ലാം നീങ്ങിപ്പോയിടട്ടെ, ആത്മപുതുക്കത്തിൽ സകലവും പുതുതാകട്ടെ. പഴയതെല്ലാം നീങ്ങിപ്പോയിടട്ടെ, ആത്മപുതുക്കത്തിൽ സകലവും പുതുതാകട്ടെ. തിരുഹിതം പോൽ നമ്മെ നടത്തിടുവാൻ തന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കാം. തിരുഹിതം പോൽ നമ്മെ നടത്തിടുവാൻ തന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കാം. പഴയതെല്ലാം നീങ്ങിപ്പോകട്ടെ. ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദോഷകരമായ കാര്യങ്ങളോട് വിട പറയുവാൻ ഇന്ന് ദൈവം നിന്നോട് ഓർപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. സഹോദര, സഹോദരി, നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് നിന്റെ രക്ഷാ ദിവസമാണ്. ഇത് നീ അനുഗ്രഹിക്കപ്പെടുന്ന രാത്രിയാണ്. നിന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറാൻ പോകുകയാണ്. ഇതുവരെ പ്രലോഭനങ്ങളാൽ നിന്നെ വശംവദനാക്കി മാറ്റിയ ആ പൈശാചികമായ ശക്തി ഇന്ന് രാത്രി നിന്നെ വിട്ട് ഓടുവാൻ പോകുകയാണ്. കൃപയുടെ അത്യന്ത ധനത്തെ ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ആ കൃപയുടെ അത്യന്ത ധനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയാകെ മാറി ഉയരത്തിലുള്ള ചിന്തയായി സ്വർഗീയമായ മനുഷ്യരായി മാറുകയാണ്. അതുകൊണ്ട് ബൈബിൾ എന്തു പറയുന്നു? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങൾ മരിച്ചു, നിങ്ങൾ മരിച്ചു. ഇതുവരെ ജീവിച്ചിരുന്ന മനുഷ്യരാ. ഇതുവരെ പാപം കാണുമ്പോൾ ആശ വരും, പാപ സന്തോഷങ്ങൾ കാണുമ്പോൾ ആഗ്രഹം വരും, അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അതിനെ ഇങ്ങനെ ജീവിച്ച് പോകുന്ന മനുഷ്യൻ ഇന്ന് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ പാപത്തിന് മരിച്ചു. ഇനി പാപത്തിന് നിങ്ങൾ ജീവിക്കുന്നില്ല, ഇനി ലോകത്തിന് നിങ്ങൾ ജീവിക്കുന്നില്ല, ഇനി ജഡത്തിന്റെ അനുരാഗങ്ങളിൽ, ഈ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് അടിമയായി നീ മാറുന്ന മനുഷ്യനല്ല. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞു. ഇത് ദൈവവചനമാ കേട്ടോ. രസിപ്പിക്കാനും ചിരിപ്പിക്കാനുള്ള സമയമല്ലിത്. ദൈവവചനത്തിന്റെ സത്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രി ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ രസിച്ച് ചിരിച്ച് സന്തോഷിച്ച് പോയാൽ കൊള്ളാം, പക്ഷേ അതിന് നമുക്ക് സമയമില്ല. നിന്റെ ജീവിതത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതേ, ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ സമയം അടുത്തടുത്ത് വരികയാണ്.
പറയുകയാണ്, സഹോദര, നിനക്ക് ലഭിക്കുന്ന നാളുകളെ നഷ്ടമാക്കല്ലേ. രക്ഷപ്പെടുവാനുള്ള സമയമാണ്. അതിനുള്ള വചനമാണ് നിന്നോട് പറയുന്നത്. നീ മരിച്ചുവോ? ക്രിസ്തുവിനോട് ചേർന്ന് സത്യത്തിന് വേണ്ടി ജീവിതത്തെ അർപ്പിക്കുമ്പോൾ ഈ ലോകത്തിനും പാപത്തിനും പൈശാചികമായ കാര്യങ്ങൾക്ക് ഒരു മരിച്ച മനുഷ്യനെ പോലെ നീ ആവുകയാണ്. അങ്ങനെ രക്ഷ പ്രാപിച്ചാൽ നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞു. ഈ ഭൂതലത്തിലാണ്, ഈ ഭൂമിയിലാണ് ജീവിതമെങ്കിലും ദൈവത്തിൽ മറഞ്ഞു വസിക്കുന്ന ഒരു മനുഷ്യനായി മാറുകയാണ്. അതുമുതൽ അതേ, നമുക്ക് എത്രയോ മനുഷ്യരെ അറിയാം. ഒരു ഭയങ്കര മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ വേല ചെയ്തുകൊണ്ടിരുന്ന, സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ പോയിട്ടുള്ളൂ. 90% ദിവസങ്ങളിലും ചാരായക്കടയിലും കള്ളുകടയിലും അതിൻ്റെ വാതിൽക്കലായിരുന്നു. രാവിലെയും വൈകിട്ടും ഒക്കെ അവിടെയാ. തെങ്ങ് കയറുന്ന തൊഴിലാളിയായിരുന്നു, പാവപ്പെട്ട മനുഷ്യനാ. എന്നാൽ അദ്ദേഹം ഒരു ദിവസം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം വന്നു പറഞ്ഞു, അതേ, കർത്താവിന് ബാങ്ക് മാനേജരെ മാത്രമല്ല, തെങ്ങ് കയറുന്ന ആളിനെയും വേണം. എല്ലാ ജാതികളെ സ്നേഹിക്കുന്നവൻ, എല്ലാ മതക്കാരെ സ്നേഹിക്കുന്നവൻ, എല്ലാ ഭാഷക്കാരെ സ്നേഹിക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ. ദൈവം പണക്കാരുടെ ദൈവമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പണം കൊടുത്ത് സ്വർഗമിങ്ങ് മേടിക്കാം. അതിന് ദൈവം അനുവദിക്കത്തില്ല. ഏറ്റവും നിസ്സാരനായി കാണപ്പെടുന്ന ഈ ദേശത്തിലെ ഒരു സഹോദരനെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അവനും സ്വർഗത്തിൽ ഇടമുണ്ട്. അതിനു വേണ്ടിയും കൂടെയാണ് ക്രിസ്തു മരിച്ചത്. ആ സഹോദരൻ ഒരു ദിവസം വന്ന് പറഞ്ഞു, ഞാൻ ഒരു ദിവസം 18 ലിറ്റർ കള്ളൊക്കെ കുടിക്കുമായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു 4 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ നമുക്ക് എന്ത് പ്രയാസമാണ്. ഓരോ നേരം ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ഇനി അല്പം കൂടെ കുടിച്ചേക്കാം. 18 ലിറ്റർ ഈ പിശാച് അകത്ത് കയറിയിരുന്ന് അങ്ങ് കുടിക്കുക. കുടിയന്മാർ എത്ര കുടിച്ചാലും അവർക്ക് തരത്തില്ല. ഒരു ഷാപ്പ് കഴിഞ്ഞു, അടുത്തതിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും കയറി കുടിക്കാൻ റെഡിയാ. ഇത് ടാങ്ക് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. ഇത് ഫില്ല് ചെയ്ത് ഇങ്ങനെ പോവാ. ഓരോ പെട്രോൾ പമ്പിൽ കാറിൽ ഡീസൽ അടിക്കുന്ന മാതിരി കയറി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങേ മൂലയ്ക്ക് ഒക്കെ പോയി കുടിച്ച്. എന്നാലും ഇത് നിറയുന്നില്ല. എന്താ? ഭയങ്കര പൈശാചിക ശക്തിയാണെന്ന് ഓർത്തോളണം. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന് ഓർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പൊ ലജ്ജ തോന്നുക. അയ്യോ, നമ്മളും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ ഓർത്തു നോക്കണം. എന്നാൽ ആ സഹോദരൻ പറഞ്ഞു, കർത്താവിനെ രക്ഷിച്ചു. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ മനുഷ്യനുണ്ട്. നല്ലൊരു വിശ്വാസി. കോട്ടയത്തിനടുത്തൊരു സ്ഥലത്താണ് ഞാൻ സുവിശേഷ വേല ചെയ്ത സ്ഥലത്ത്. അദ്ദേഹം ഇന്ന് നല്ലൊരു വിശ്വാസി, ആത്മീകനായ വിശ്വാസിയാ. ഇന്ന് കള്ളുകടയുടെ വാതുക്ക കൂടെ പോലും പോകുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്ന മനുഷ്യനായി മാറി. കർത്താവിന്റെ പ്രവൃത്തി അതാണ്. ആ കൃപയുടെ അത്യന്ത ധനം മനുഷ്യനിൽ വന്നാൽ ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമേ എത്ര വലിയതാണ്. ഈ പാപിയായ മനുഷ്യനെ സ്വർഗീയനാക്കി മാറ്റിയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ധനത്തിന്റെ ആഴം എത്ര വലിയത്. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ വീണ്ടും പറയാം. അതെ, ഈ ദേശക്കാരിത് അറിയണം. ഈ ദേശത്തുള്ളവരിത് കേൾക്കണം. അതേ, പാപത്തിന്റെ പിടിയിൽ അമർന്ന് കഴിയുന്നവര് ഒന്ന് മനസ്സിലാക്കണം. അതേ, പാപവഴിയിലൂടെ പോയി നശിക്കേണ്ടവരല്ല സഹോദരങ്ങളെ നിങ്ങൾ. നിങ്ങൾ ആരും പാപത്തിന്റെ രാഗമോഹങ്ങളിൽ വഴുതി വീണു പോയി നിത്യനാശത്തിലേക്ക്, പാതാളത്തിന്റെ അടിത്തട്ടിലേക്ക് പോകേണ്ടവരല്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സ്വർഗം ഒരുക്കുന്നുണ്ട്. അവിടെ ജാതിയില്ല, ഭാഷയില്ല, അവിടെ ദേശവ്യത്യാസമില്ല. എല്ലാവരെയും അവിടെ കൊണ്ടുപോകുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് ചോദിക്കുന്നു, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരുമോ? ഹൃദയത്തെ കൊടുക്കണം. അതേ, ആ ഹൃദയത്തെ കൊടുത്താൽ ആ ധനം കൊണ്ട് നിറയ്ക്കും. ഈ ധനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ദൈവത്തിന്റെ സ്നേഹമായി മാറുമെന്ന് അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ബൈബിളിൽ വായിച്ചു നോക്കിയാൽ കാണാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാം വായിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം എന്ന് പറയുകയാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനം, riches of his glory, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം. മഹത്വം എന്ന് പറയുന്നത് ദൈവ തേജസ്സാണ് കേട്ടോ. ആ തേജസ്സിന്റെ ധനം, ആ തേജസ്സിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനിൽ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം.
അകത്തൊരു മനുഷ്യനെ ഉരുവാക്കണം. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഈ മൺമയനായ മനുഷ്യൻ ഇതെന്നാ പൊളിഞ്ഞു പോകുന്നതെന്ന് അറിയില്ല. ഈ കൂടാരം, ഈ ഭൗമിക കൂടാരം പൊളിയുമ്പോൾ ഇതിനകത്തൊരു ആത്മീക മനുഷ്യനുണ്ട്. ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് ഇതില്ലാതെയായാൽ നിന്റെ അകത്തൊരു ദൈവിക മനുഷ്യൻ ഉരുവായി വരുന്നുണ്ടോ? സഹോദര സഹോദരി, ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവത്തിന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുമ്പോൾ, അങ്ങനെ ബലപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എല്ലാം എന്തെന്ന് വിശുദ്ധരുമായി ഗ്രഹിക്കും. ഈ മഹിമാധനം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ മഹത്വമാണ്. ദൈവത്തിന്റെ വിശുദ്ധരോട് ചേർന്ന് കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴാണ് ഈ മഹത്വധനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ കൂട്ടായ്മ വേണം സ്നേഹിതരെ. കുടിയന്റെ കൂടെ നീ നടന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീയും കുടിയനാ. കുടിക്കാതാ തുടങ്ങിയത്. ഒരു കള്ളന്റെ കൂടെ കൂടിയാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ നീയും ഒരു കള്ളനായി മാറും. അതെ, പണ്ട് പത്രത്തിൽ, മനോരമ പത്രത്തിൽ വായിച്ചു, നീ ആരാണെന്ന് അറിയാൻ വലിയ പ്രയാസമില്ല, നിന്റെ കൂട്ടുകാരൻ ആരാന്ന് പറഞ്ഞാൽ മതി. കൂട്ടുകാരൻ ആരാണെന്ന് പറയാമെങ്കിൽ നീ ആരാണെന്ന് ഞാൻ പറയാം. മനോരമയിൽ ഇങ്ങനെ ചില ഫ്രേസസ് ഒക്കെ എഴുതാറുണ്ട്. ഒരിക്കൽ ഞാൻ വായിച്ചതാ കേട്ടോ. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക്, ആരാ കൂട്ടുകാരൻ? ദൈവത്തിന് ജനമാണോ? പാപം ചെയ്യാത്തവരാണോ? വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ? നീതിമാന്മാരാണോ? ദൈവമക്കളാണോ? അങ്ങനെയാണെങ്കിൽ നീയും ദൈവമൈതലാണ്. അല്ല, നീ ലോകത്തിലാണോ? പാപത്തിലാണോ? പൈശാചികമായതിലാണോ? അങ്ങനെയാണെങ്കിൽ നീ പൈശാചികനാണ്. വേർതിരിക്കാൻ, ചിന്തിക്കാൻ ഇനി അധികമൊന്നുമില്ല. ഒന്ന് ഓർത്തു നോക്കുക സഹോദര സഹോദരി, നീ എവിടെയാണ് നിന്റെ കൂട്ടായ്മ വെച്ചിരിക്കുന്നത്? ആരോടാണ് നീ സഹകരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ജ്ഞാനിയോട് കൂടെ നടക്ക. ബൈബിൾ പറയുന്നു, ജ്ഞാനിയോട് കൂടെ നടക്ക. ബൈബിൾ എന്തിനാ? ഈ ലോകത്തിലെ തത്വചിന്തകന്മാര്, കവിവരന്മാർ ഒക്കെ പാടിയിട്ടുണ്ടല്ലോ, മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. എന്ന് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. കല്ലിന് സൗരഭ്യമൊന്നുമില്ല, പക്ഷേ മുല്ലയുടെ പൂമ്പൊടി, മുല്ലപ്പൂവിന്റെ വാസനയും ഒക്കെ ഇതിനോടിങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഇതിനും ആ വാസന എടുത്ത് മണപ്പിച്ചു നോക്കിയാൽ അതിലും കാണും വാസന. അതുകൊണ്ട് ഈ വാസനയുള്ള മുല്ലപ്പൂവിനോടൊന്ന് ചേരണം. അതേ, ഈ ഭൂമിയിൽ പാപമില്ലാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ചേരണം. ഈ മഹിമാധനം പ്രാപിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴമുയരം എന്തെന്ന് ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമേ, ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമറിയുവാൻ അവിടേക്ക് വരണം. ദൈവത്തിന്റെ വിശുദ്ധരോട് കൂട്ടായ്മ ആചരിക്കണം. അതേ, മദ്യപാനം ചെയ്യാനായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളോട് പറഞ്ഞു പോലും, വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇത് ദൈവവചനത്തിലെ ഉപദേശമാ. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലാണ് പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. പിന്നെ ബൈബിളിൽ പലയിടത്തും ഇതങ്ങ് എടുത്തെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വീട് പണിഞ്ഞവർ ആരാണെന്നും കൂടെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കർത്താവ് പണ്ട് അബ്രഹാം എന്ന് പറയുന്ന ഒരു ഭക്തനെ തിരഞ്ഞെടുത്തു ഭൂതലത്തിൽ. അതെ, അബ്രഹാം വളരെ നീതിയോടെ ജീവിച്ചയാളാണ്. അദ്ദേഹത്തിന് ഒരു സ്വർഗീയ ചിന്തയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ ധനത്തിന്റെ ആഴമറിയണം. അതിനെപ്പോഴും ഇങ്ങനെ ദൂരേക്ക് നോക്കി 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 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ ഞങ്ങളുടെ ദൈവമക്കള് ഒരു പാട്ടുപാടി കൂടെ കൂടെ പാടാറുണ്ട്. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം. ദൂരെ ആ ഭാഗ്യദേശത്തെ അന്ന് അബ്രഹാമാണ് ആദ്യമായിട്ട് നോക്കിയത്. ദൂരേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളെല്ലാം ഇന്ന് ഇവിടെ അടുത്തുള്ള വീട്ടിലെത്താൻ, അതേ, എത്രയും പെട്ടെന്ന് വീടണയാനാണ് ശ്രമിക്കുന്നത്. ഇവിടുത്തെ വീട് കൊണ്ട് ആശ്വാസം പ്രാപിക്കുകയാണ്. എന്നാൽ ഈ വീടൊക്കെ അങ്ങ് പോകും കേട്ടോ. ഒരു ചെറിയ ഭൂകമ്പം വന്നാൽ പിന്നെ നാളെ വീട് കാണത്തില്ല. എത്രയെത്ര സ്ഥലങ്ങളിൽ സംഭവിക്കുന്നൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുകയാണല്ലോ. ഇനി ഇങ്ങനെ തന്നെ പോയാൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും.
ഭൂകമ്പമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. വീട് പോയി, പാലം പോയി, അതേ ആള് പോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ അതേ ഈ ഭൂമിയിലെ വീടൊക്കെ ഒരു കുലുക്കത്തിന് പോകുന്നതാ. ഒരു നല്ല കാറ്റ് ശക്തിയായിട്ട് അടിച്ചാൽ താഴെ പോകും. അങ്ങനെയാണെങ്കിൽ പോകാത്തൊരു വീടുണ്ടെന്ന് ആ വീട് പണിയുന്നവര് അങ്ങനെ ഒരു വീടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വരികയാണ്. അബ്രഹാം ഇങ്ങനെ ദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു മനോഹരമായ വീട്, അതേ അടിസ്ഥാനങ്ങളുള്ളൊരു വീട് ദൂരെ നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണാം. അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട്. ഈ ഭൂതല ജീവിതം ഒരു കൂടാരവാസമാണ്. ഈ കൂടാരം എപ്പോൾ പൊളിയുമെന്നറിയില്ല, അല്ലെങ്കിൽ പൊളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ഈ കൂടാരവാസമാണ്. ഈ കൂടാരത്തിൽ പാർത്തുകൊണ്ട് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ ഭക്തന്മാരെല്ലാം, ആ പൂർവ്വപിതാക്കന്മാരെല്ലാം കൂടാരത്തിൽ വസിച്ചും കൊണ്ട് അടുത്ത വാക്യം പറയുകയാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി നോക്കി കാത്തിരുന്നു. അബ്രഹാം കാത്തിരുന്നു. അതെ, പൂർവ്വകാലത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ കാത്തിരുന്നു. പൂർവ്വകാലഘട്ടങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ മുന്നോടികളായി പോയ അനേക വ്യക്തികൾ, അനേക ഭക്തന്മാർ അങ്ങനെ ഒന്നിനെ നോക്കിയിരുന്നു. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട സഹോദരനോട് കർത്താവ് പറഞ്ഞത്, വീട് പണിയാൻ നോക്കി, പണിയൊക്കെ ആരംഭിച്ചു. പലരും പണിയാൻ നോക്കി. ഈ അബ്രഹാമിന്റെ സന്തതി പരമ്പര ഇങ്ങോട്ട് വന്നിട്ട് പണിയങ്ങ് ആരംഭിച്ചു. അവരുടെ പേരാണ് ഇസ്രായേൽ. അവര് പണിയാൻ തുടങ്ങി, അവര് പണിയാൻ ആരംഭിച്ചു. പക്ഷേ അവര് പണിയേണ്ടതുപോലെ പണിതില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അതങ്ങ് കലക്കിക്കളഞ്ഞു. അവരുടെ പണിയൊക്കെ ഉഴപ്പിപ്പോയി. അതേ, പണിയേണ്ട കല്ല് ഇങ്ങനെ ഇറങ്ങി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഒരു കല്ലിങ്ങനെ വന്നപ്പോൾ ഈ കല്ലിനെ എടുത്തു വെച്ച് മൂലക്കല്ലായിട്ട് പണി ആരംഭിക്കണമായിരുന്നു. വീട് പണിയുന്നവർ മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞിട്ട് വീട് പണിയാൻ തുടങ്ങിയാൽ ഈ പണി എവിടെ നിൽക്കുന്നത്? അടിസ്ഥാനമില്ലാതെ വീട് പണിതാ നിൽക്കുമോ? നിൽക്കേണ്ട കല്ല്, ആ മൂലക്കല്ല്, അത് ഭൂമിയിലേക്ക് വന്നു എന്ന് യെശയ്യാ പ്രവചനം ഇന്നേക്ക് 2700 വർഷത്തിന് മുൻപ് BC 700-ാം ആണ്ടിൽ, ഇന്നേക്ക് 2700-ലധികം വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. യെശയ്യാ 28:16, യെശയ്യാ പ്രവചനം 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. ഒരു കല്ല് അതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുകയാണ്. ആ കല്ല് ഈ ഭൂതലത്തിലേക്ക് വന്ന ദൈവപുത്രനായ നമ്മുടെ രക്ഷകനായ സർവ്വലോകത്തിന്റെ രക്ഷിതാവായ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവാകുന്ന രക്ഷിതാവ് ഈ ഭൂതലത്തിൽ അതേ ദൈവത്തിന്റെ പണിയുടെ മൂലക്കല്ലായിരുന്നു. സർവ്വജനത്തെയും വീണ്ടെടുപ്പാനുള്ള രക്ഷിതാവായി മൂലക്കല്ലായി തീരുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ സ്വന്തമായി ഇതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഈ ഭൂതലത്തിലേക്ക് വന്നു. ഈ ഭൂമിയിൽ പാർത്തിരുന്ന പാപികൾ, ദോഷികൾ, അതേ ദുഷ്ടന്മാർ അവനെ ക്രൂശിൽ തറച്ചു കൊന്നു. ക്രിസ്തുവിനെ പങ്കപ്പാടുപെടുത്തി, ഭയങ്കരമായ വേദനയ്ക്കുൾപ്പെടുത്തി, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചാഞ്ഞടിച്ചു. തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകി. അവൻ നടന്നു പോകുമ്പോൾ ചാട്ടവാറുകൾ കൊണ്ട്, അതുമാത്രമല്ല ആ കൽത്തളത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവനെ ന്യായം വിധിച്ച് അവനെ അടിക്കുകയാണ് ചാട്ടവാറുകൊണ്ട്. അതേ, എല്ലിന്റെ കഷണങ്ങളും കമ്പിക്കഷണങ്ങളും ഒക്കെ അങ്ങനെ കൊരുത്തിട്ടതായ ആ ചാട്ടവാറുകൾ, ഒരേ കമ്പിൽ നിന്ന് 7 ചാട്ടവാറുകൾ, ഒന്നായി പിരിഞ്ഞു നിൽക്കുന്ന 7 വാറുകൾ ഒരേ കമ്പിൽ പിടിപ്പിച്ച ചാട്ടവാറുകൾ പടയാളികൾ പിടിച്ചുകൊണ്ട് യേശുവിന്റെ മുതുകിന്മേൽ ആഞ്ഞടിച്ച് അത് വലിച്ചപ്പോൾ മറ്റായുധങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എല്ലിൻ കൂർത്തുമൂർത്തതായ എല്ലിൻ കഷണങ്ങളും അതുപോലുള്ള മറ്റ് ആ മുള്ളുകളും ഒക്കെ ചേർത്ത് ഈ ചാട്ടവാറുണ്ടാക്കിയിട്ട്, അതുകൊണ്ട് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രന്റെ ആ മുതുകിന്മേൽ അടിച്ച് വലിച്ചു കീറിയപ്പോൾ അവന്റെ മുതുക് ഉഴവുചാല് പോലെ നീളത്തിൽ കീറി.
കർത്താവായ ക്രിസ്തു, മാനവരാശിയുടെ രക്ഷിതാവ്, എനിക്കും നിനക്കും വേണ്ടി വിമോചനത്തിന്റെ പാത തുറക്കുവാൻ ഇറങ്ങി വന്ന സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ ഈ ലോകത്തിൽ വന്നിട്ട് പാപം ചെയ്തില്ല, പാപമറിഞ്ഞില്ല, പാപമില്ലാത്തവനായി ജീവിച്ചു. അതാണ് ഞങ്ങൾ പാടുന്നത്. പാപമറിയാത്ത പരിശുദ്ധനേശുദൻ പാപങ്ങളകിലവും ചുമന്നുകൊണ്ട് പാതകനെ പോൽ പരിശുദ്ധനാക്കി നിന്നെ സ്വർഗ്ഗേ ചേർക്കുവാൻ. പാടാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. നിങ്ങൾക്കും വിഷമമാകും സമയം പോയാൽ. അതുകൊണ്ട് ഞാൻ വിഷമിച്ചാലും നിർത്തിയേക്കാം. ദൈവത്തിന് സ്തോത്രം. പാപമറിയാത്ത പരിശുദ്ധൻ പാതകനെ പോലെ മരക്കുരിശിൽ തൂങ്ങി ചാട്ടവാറടിയേറ്റ് ആ മുതുക് ഉഴവുചാല് പോലെ നീളത്തിൽ കീറി രക്തമൊഴുകി അതേ മുറിവുകളേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് വേദനയോടെ നടന്നു പോകുന്ന യേശുവിനെ, അതേ പ്രിയ സഹോദര, സ്നേഹിത, നിന്റെ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കുക. ആ ഗത്സമനയിൽ നിന്ന് ഗൊൽഗോഥായിലേക്ക് നടന്നുപോയ യേശുവിന്റെ കാൽപ്പാടുകളെ നോക്കിയാൽ അവൻ ചാട്ടവാറടിയേറ്റവനായി നടന്നു പോകുകയാണ്. അവന്റെ തലയിൽ മുൾക്കിരീടം ചാഞ്ഞടിക്കുകയാണ്. അവന്റെ കൈകാലുകളിൽ ആണി തറയ്ക്കുകയാണ്. ഒരു പടയാളി ഒരു വലിയ കുന്തവുമായി വന്ന് അവന്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ ഉള്ളിലേക്ക് അത് പാഞ്ഞു കയറിയിട്ട് ഹൃദയം തുളയുമാറ് കുത്തി കയറ്റി രക്തം നിന്ന് അതാ അവസാനമായി വെള്ളവും അതിൽ നിന്നൊഴുകി വരികയാണ്. അവസാന തുള്ളിച്ചോര പോലും സഹോദര നിനക്ക് വേണ്ടി ഒഴുക്കിയ ആ പ്രാണനാഥന്റെ കാൽവറിയിലെ പങ്കപ്പാടുകളെ ഇന്ന് രാത്രി ഒന്ന് നോക്കുമോ? അവന്റെ മഹത്വത്തിന്റെ ധനം നീ പ്രാപിക്കണം. അതേ, അവന്റെ കൃപാധനം പ്രാപിച്ച് നീ രക്ഷിക്കപ്പെട്ട് ദൈവപൈതലാകണം. ആ കൃപയുടെ അത്യന്തധനം പ്രാപിച്ച് നീ സ്വർഗീയ ചിന്തയുള്ളവനായി പാപത്തിന് മരിച്ചവനായി മാറണം. അതുമാത്രമല്ല, അവന്റെ മഹിമാധനത്താൽ നിറഞ്ഞവനായി തീർന്നിട്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം പ്രാപിക്കുവാൻ ഈ ഭൂതലത്തിൽ തന്നെ തന്റെ വിശുദ്ധന്മാരുമായി ആത്മീക കൂട്ടായ്മ ആചരിക്കണം. അതിനുവേണ്ടി ദൈവപുത്രൻ എനിക്കും നിനക്കും വേണ്ടി ആ ഗൊൽഗോഥാ മലമുകളിൽ, ആ മൂന്നാണികളിൽ, ആ കാൽവറി കുരിശിൽ അവിടെ ഇതാ മുഴങ്ങുന്ന ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരം അതായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവിടെ നിന്ന് നിലവിളിച്ചത്. ആ ഗത്സമനയിൽ ആ മുഴങ്ങിയ വേദന ആ ഗൊൽഗോഥാ വരെ അത് രോദനമായി നിലവിളിയായി ഉയർന്നുയർന്നുയർന്ന് ആ ഗത്സമനയിലേക്ക് നോക്കുക. അവിടെ നിന്ന് വേദന ആരംഭിക്കുകയാണ്, നിലവിളി ആരംഭിക്കുകയാണ്. നടന്ന് ആ ഗൊൽഗോഥാ മുകളിലെത്തിയപ്പോൾ അത് അത്യുച്ചത്തിലുള്ള ഒരു വലിയ നിലവിളിയായി അവിടെ കൊണ്ട് നിന്നു. ആ നിലവിളി എന്തിനു വേണ്ടി? അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത്. ആദാ കേൾക്കുന്നു ഞാൻ ഗത്സമന തോട്ടത്തിലെ പാപിയെനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ എന്നെയും തന്നെ പോലെ മാറ്റുമീ മാ സ്നേഹത്തെ, എന്നെയും തന്നെ പോലെ മാറ്റുമീ മാ സ്നേഹത്തെ. ഉള്ളം നിറഞ്ഞെല്ലാ നാളും പുകഴ്ത്തിടുമേ. ഉള്ളം നിറഞ്ഞെല്ലാ നാളും പുകഴ്ത്തിടുമേ. എന്നെയും തന്നെ പോലെ സഹോദര, നിന്നെയും തന്നെ പോലെ മാറ്റുവാൻ ദൈവപുത്രനായവൻ നിനക്ക് വേണ്ടി മരിച്ചു. എന്തിന്? ചില നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ രാത്രിയിൽ ഇവിടെ ഒരു യോഗമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണം, ആ മൂലക്കല്ലായി തീരുവാൻ, ഈ ഭൂമിയിൽ പരീക്ഷകൾ ഏറ്റുവാങ്ങുവാൻ അവൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ, അതേ മനുഷ്യർ, ഈ ഭൂമിയിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലാണ് ക്രിസ്തു. എല്ലാവരും തള്ളി, എല്ലാവരും ഉപേക്ഷിച്ചു, അവനെ ഉപദ്രവിച്ചു, അവനെ കൊന്നു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ അവനിതാ ഒരു മൂലക്കല്ലായി ദൈവത്തിന്റെ ജനത്തിന്, ദൈവത്തിന്റെ സഭയ്ക്ക്, നിത്യതയുടെ ഭവനത്തിന് ഒരു മൂലക്കല്ലായി മാറുവാൻ ഇളകാത്ത അടിസ്ഥാനമായി, ഉറപ്പുള്ള അടിസ്ഥാനമായി ആ ക്രിസ്തുവിനെ സ്ഥാപിച്ചു.
അതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്. 2-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിതാവിൻ്റെ അടുക്കിലേക്ക് കയറി ചെന്നപ്പോൾ പിതാവിൻ്റെ ഡിക്ലറേഷനാണ്, പിതാവിൻ്റെ വിജ്ഞാപനം. പിതാവ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതേ, ഞാൻ എൻ്റെ രാജാവിനെ ഈ ഭൂതലത്തിൽ വന്ന് വേദനകൾ സഹിച്ച്, അതേ പാടുകൾ സഹിച്ച് തൻ്റെ ജീവനെ അർപ്പണം ചെയ്ത് ജയാളിയായി എല്ലാ ശത്രുക്കളെയും കീഴടക്കിയ ഒരു രാജാവായി ഉയർന്നു ചെല്ലുമ്പോൾ വായിക്ക്, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, എന്റെ രാജാവിനെ സ്ഥാപിച്ചിരിക്കുന്നു. അതെ, യെശയ്യാ 2700 വർഷത്തിന് മുൻപ് പറഞ്ഞത് അതെ ദൈവം നിറവേറ്റി, ദൈവം അത് സാധിപ്പിച്ചു. 700 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭൂതലത്തിൽ വന്നവതരിച്ച് ബേത്ലഹേമിൽ ഒരു പുൽക്കുടിലിൽ കിടന്ന് അവിടെ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് 33.5 തിരുവയസ്സിൽ ആ ഗോൽഗോഥാ മലമുകളിൽ മരിച്ച് സ്വർഗപിതാവിന്റെ ഹിതം നിറവേറ്റി പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു, ഇതാ എന്റെ രാജാവ്. ഈ ഭൂമിയിൽ മനുഷ്യരും അത് ഏറ്റു പറഞ്ഞു. പീലാത്തോസ് തലയുടെ മുകളിൽ എഴുതി വെച്ചു, അതേ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. എന്നാൽ അക്ഷരികമായ ഒരു രാജ്യമല്ല സ്ഥാപിച്ചത്, സർവഭൂമിക്കൻ രാജാവാകുവാനുള്ളവനായിരുന്നു അവൻ. അവൻ ജയമെടുത്തവനായി പാപത്തെ ജയിച്ച് ഈ ലോകത്തിൽ ജീവിച്ചു. അതേ, ഈ ലോകത്തിലെ പങ്കപ്പാടുകളെ ജയിച്ചു, ലോകത്തിന്റെ പരീക്ഷകളെ ജയിച്ചു, പാപത്തെ, ലോകത്തെ, അതുമാത്രമല്ല പിശാചവന്റെ മുൻപിൽ കൊണ്ടുവന്ന പ്രലോഭനങ്ങളെ മുഴുവനെയും ജയിച്ചു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം അവന്റെ മുൻപിലേക്ക് വന്നു. മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് വെല്ലുവിളിക്കുവാൻ അവൻ അധികാരമുണ്ട്. മരണത്തെയും അതേ സന്തോഷമായിട്ട് അങ്ങോട്ട് ചെന്നു. മരണത്തിന്റെ അധികാരിയെ തന്റെ മരണത്താൽ കീഴ്പ്പെടുത്തി, മരണഭീതി കടിമകളായിരുന്നവരെ വിടുവിക്കുവാൻ മരണാധികാരിയെ കീഴ്പ്പെടുത്തി തന്റെ മരണത്തിലൂടെ ജയിച്ച് ആ പിതാവിന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ് കരേറി ചെല്ലുമ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ, അതെ യെശയ്യാവ് പറഞ്ഞതുപോലെ ആ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി എന്റെ രാജാവിനെ ഞാൻ I have anointed my king on the holy hill of Zion. സിയോന്റെ വിശുദ്ധ പർവ്വതം, ആ സിയോനാകുന്ന വിശുദ്ധ പർവ്വതത്തിൽ എൻ്റെ രാജാവിനെ ഇതാ ഞാൻ അനോയിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഒരു അനോയിന്റിങ് അവിടെ നടക്കുകയാണ്, ഒരു അഭിഷേക കർമ്മം നടത്തുകയാണ്. ആദ്യത്തെ കല്ല് അഭിഷേകം ചെയ്ത് അവിടെ സ്ഥാപിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഈ ലോകത്തിൽ നിന്ന് എത്രയെത്രയോ മനുഷ്യർ ഈ വിശുദ്ധ പാതയെ തിരഞ്ഞെടുത്ത് ഈ ക്രിസ്തു പോയ മാർഗത്തിലൂടെ കടന്നുപോയി. അതേ സ്വർഗീയ മന്ദിരം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വീടുപണി. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതി വെച്ചത്, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന. അടിസ്ഥാനമില്ലാത്തിടത്തൊന്നും പോയി കൂടരുത്. അപ്പോസ്തലന്മാരുണ്ടോ എന്ന് അന്വേഷിക്കണം. പ്രവാചകന്മാരുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടിൽ വന്നു വേണേ പ്രവചിക്കും. അതൊന്നും കാര്യമല്ല. അതുകൊണ്ട് അതൊക്കെ പറയാനൊക്കെ നമുക്കറിയാം. അതൊന്നും പറയണ്ട. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവചനം എന്ന് പറയുന്നത് അതല്ല. നിത്യതയെക്കുറിച്ച് പറയാൻ തക്കതായ ഒരുവനുണ്ടോ? ഈ ഭൂമിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന പ്രവാചകന്റെ കാര്യം അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ചില വിശ്വാസികളും വഞ്ചിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് എന്നൊന്നും പറയുന്ന പ്രവാചകന്റെ കാര്യം അല്ല പറഞ്ഞത്. ഇനി വെളിപ്പെടുവാനുള്ള ലോകത്തെക്കുറിച്ച് പറയുവാൻ, അതേ ദൈവമക്കൾ പ്രാപിപ്പാൻ പോകുന്ന മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ തക്കവനുണ്ടോ? അവനാണ് സാക്ഷാൽ പ്രവാചകൻ. അങ്ങനെയുള്ള പ്രവാചകൻ ഉള്ളിടത്താണോ കർത്താവ് സിയോനെ പണിത് മഹത്വത്തിൽ വരുമെന്ന് 102-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 102-ാം സങ്കീർത്തനം 15-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും. സിയോന്റെ പണി പൂർണ്ണമാകുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അതെ, ഞങ്ങളുടെ സ്വന്തമായി അല്ല, ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി അങ്ങനെ ഒരു സ്വർഗീയ മന്ദിരം ഇതാ പണിതുകൊണ്ടിരിക്കുന്നു. അത് വേഗത്തിൽ പൂർണ്ണമാകും. കർത്താവ് ഈ ഭൂമിയിൽ അതിനു വേണ്ടിയിട്ട് ഈ ഭൂമിയിലെ ദരിദ്രരായ മനുഷ്യരെ ഒക്കെ തിരഞ്ഞെടുക്കുകയാണ്. അതേ, അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതി വെച്ചത്. യാക്കോബ് 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. അതേ, എലിക്കാട്ടൂരിലുള്ള ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. വായിക്കേ. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രനായവരെ
ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും റിച്ച് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ ധനികരാക്കി മാറ്റണം. ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിൽ സാരമില്ല, അതേ വിശ്വാസത്തിൽ സമ്പന്നൻ. എനിക്കൊരു ദൈവമുണ്ട്, എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അറിയാമോ, എന്റെ ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. ഈ ലോകത്തിൽ എന്റെ വേദനകളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ പാപം ക്ഷമിക്കാൻ അധികാരമുള്ളവൻ, എന്റെ രോഗം മാറ്റുവാൻ അധികാരമുള്ളവൻ. അത് മാത്രമല്ല, എന്റെ പാപങ്ങൾ മോചിക്കുവാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ചവൻ. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ എന്റെ ഉള്ളിലേക്ക് തന്റെ ആത്മാവിനെ തരുവാൻ, ആ ആത്മാവിനാൽ തന്നെ പോലെ ആക്കുവാൻ അധികാരമുള്ളവൻ. അത് മാത്രമല്ല, തന്റെ വിശുദ്ധന്മാരോട് ചേർത്ത് എന്നെയും ഒരു ആത്മീക മന്ദിരമായി പണിയുവാൻ. ഈ ലോകത്തിൽ ദരിദ്രരായിരുന്നു നമ്മൾ, ആ പാപത്തിലും പൈശാചിക വഴികളിലും നടന്ന് ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവർ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കൊരു ധൈര്യമുണ്ട്. അല്ല, ഞാൻ നഷ്ടപ്പെട്ടവനല്ല, എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരുക്കുന്നുണ്ട്. മനോഹരമായ ശ്രേഷ്ഠമായ ആ ആത്മീകമായ അനുഗ്രഹങ്ങൾ ഒരുക്കുന്നു. ആ അവകാശം ഞാൻ പ്രാപിക്കും എന്നുള്ള വലിയ ധൈര്യത്തോടെയാണ് ഇന്ന് ദൈവമക്കളുടെ യാത്ര. അതുകൊണ്ട് നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവർക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. സ്വർഗത്തിൽ എനിക്കൊരു സ്ഥലമുണ്ട്, എൻ്റെ കർത്താവിനോടുകൂടെ ഞാൻ അവിടെ ചെല്ലും. നാം സമ്പന്നരാകുവാൻ, നാം ദരിദ്രരായിരിക്കുമ്പോൾ ഒന്നാമത് ദൈവപുത്രൻ സ്വർഗം വിട്ട് താണിറങ്ങി വന്നു. അതുകൊണ്ട് അവൻ സ്വർഗത്തെ വിട്ടതുകൊണ്ട് നമുക്ക് സ്വർഗമുണ്ട്. അവൻ മരിച്ചതുകൊണ്ട് നമ്മുടെ മരണത്തിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അവൻ ഈ ലോകത്തിൽ ശത്രുവിനോട് എതിർത്തതുകൊണ്ട് നമുക്ക് വിമോചനമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിവരിക്കാനുണ്ട്. സമയച്ചുരുക്കത്താൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. വിശ്വാസത്തിൽ എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു. ഈ ഭൂതലം വിട്ട് പോകുമ്പോൾ കർത്താവായ യേശു പറഞ്ഞു, അതേ തന്റെ ശിഷ്യഗണത്തെ എല്ലാം അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, ഞങ്ങൾക്കും പറയാനുള്ളത് അതാണ്. നിങ്ങളുടെ ഹൃദയം ഒന്നിനെ കുറിച്ചും കലങ്ങണ്ട. നീ ഇതുവരെ പലവിധമായ വേദനകളോടിരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി ഇനി അല്പസമയം ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുമെന്ന് ഇപ്പോൾ നീ വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, പുത്രനായ ക്രിസ്തുവിലും വിശ്വസിപ്പീൻ. പുത്രനായ ക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനമാകുന്ന സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ മഹത്വപൂർണമായ ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുകയാണ്. ആ സിയോനിൽ ആരംഭിച്ച പണി ഇതാ പൂർത്തിയാക്കുവാൻ ഞാൻ കടന്നു പോകുകയാണ്. സിയോനിലേക്ക്, അതേ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ പണി ആരംഭിച്ച കർത്താവ് അതിവേഗത്തിൽ അത് പൂർത്തിയാക്കിയിട്ട് താൻ അതിവേഗത്തിൽ ആകാശമേഘത്തിലേക്ക് ഇറങ്ങി വരും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അവതാരം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ലോകം വിട്ട് പോയതാണ്, ഇനിയും പിന്നെ വരും ചേർത്തുകൊണ്ട് പോകാം? യേശു പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഉറപ്പായി പറയാനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയാണ്, ആ വാസസ്ഥലം ഒരുക്കാൻ പോകുകയാണ്. ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. ആ മനോഹരമായ നിക്ഷേപം പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ ക്രിസ്തു പോയി പണിയുന്ന രാജ്യത്തിന്റെ അവകാശികളുമാകുവാൻ തിരഞ്ഞെടുത്തില്ലയോ? പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ആ രാജ്യം ഒരുക്കി നമ്മുടെ കർത്താവ് അതിവേഗം വരും. ആ രാജ്യത്തിൽ ചെന്നെത്തണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? തലകളെ വണക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിൽ നാം ചെന്ന് ചേരുമെന്ന് പ്രത്യാശയോടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് സ്വർഗീയ ആലോചനകൾ തന്നിരിക്കുകയാണ്. പാപത്തെ ഉപേക്ഷിച്ച് പാപവഴികൾ വിട്ട് നടക്കാം. ജ്ഞാനസ്നാനത്തിലൂടെ അതേ ദൈവ പ്രമാണങ്ങളെ പൂർണ്ണമായി നിറവേറ്റാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ കൃപയുടെ അത്യന്ത ധനത്തിൽ നമുക്ക് പ്രത്യാശ വെച്ച് ദൈവത്തിന്റെ ആത്മാവാകുന്ന അത്യന്ത ശക്തി, ആ നിക്ഷേപം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ധൈര്യമായി പറഞ്ഞുകൊണ്ട് ആത്മാവിൽ സ്വർഗീയ ചിന്തയോടെ നമുക്ക് ജീവിക്കാം. അതേ മനോഹരമായ ദൈവത്തിന്റെ വിശുദ്ധരുടെ കൂട്ടായ്മയായ ആ സ്വർഗീയ മന്ദിരത്തിന്റെ പണിയിൽ നിന്നെ കൂട്ടിച്ചേർത്ത് ആ ദൈവത്തിന്റെ മഹിമാധനം നിന്നോട് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേര് പ്രാപിക്കുവാനായി കാക്ഷിക്കുന്നു? നമ്മുടെ കർത്താവ് ആരംഭിച്ച വലിയ പ്രവൃത്തി ഇതാ നമ്മിൽ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി സമർപ്പിക്കുമെങ്കിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ചെയ്ത് നിന്നെ മഹത്വത്തിൽ എത്തിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ഇപ്പോൾ കണ്ണുകളെ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവ് തന്റെ വാസസ്ഥലം ഒരുക്കി താൻ വേഗം വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ എത്ര പേർ ഒരുങ്ങുന്നു? ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? കർത്താവിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രത്യാശയുള്ളവരെല്ലാം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ